ഇന്ന് ആദ്യം നമുക്ക് ഈ വേദിയിൽ എത്തുന്നത് ചിട്ടയും കലാശഭേദങ്ങളും ചില അരങ്ങുപാഠങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണമായിരിക്കും. ഇതിനായി വേദിയിൽ എത്തുന്നത് നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്രീ രാമചന്ദ്രൻ കേളി കഴിഞ്ഞ 30 വർഷമായി പെർഫോമിംഗ് ആൻഡ് കണ്ടംപററി ആർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭാശാലി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേളി സാംസ്കാരിക സംഘടനയുടെ പ്രിൻസിപ്പൽ മെൻറ്റർ, കൊച്ചി മ്യൂസിറസ് ബിനാലെ പെർഫോമിംഗ് ആർട്സ് സെഷനിൽ സ്പെഷ്യൽ ക്യൂറേറ്റർ, ഡോക്യുമെൻ്ററി ഫിലിം ഡയറക്ടർ തുടങ്ങി അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടില്ലാത്ത മേഖലകൾ വളരെ ചുരുക്കം. സഹൃദയൻ, കലാകാരൻ, PIVFൻ്റെ ക്യൂറേറ്റർ. നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം ശ്രീ രാമചന്ദ്രൻ കേളി. സാംസ്കാരിക ലോകത്തെ തീരാനഷ്ടങ്ങളുടെ മാസമായിരുന്നു കഴിഞ്ഞ ഡിസംബർ. താളം, ചലച്ചിത്രം, അക്ഷരം എന്നീ മേഖലകളിലെ 3 പെരും തച്ചന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഡിസംബർ 15 ഉസ്താദ് സാക്കിർ ഹുസൈൻ, ഡിസംബർ 23 ശ്യാം ബെനഗൽ, ഡിസംബർ 25 MT വാസുദേവൻ നായർ. പകരം വയ്ക്കാനില്ലാത്ത അവരുടെ കർമ്മകാണ്ഡത്തിന് മുമ്പിൽ PIFൻ്റെ ആദരവ്, സ്നേഹം, പ്രണാമം. ഞാനിന്ന് അവതരിപ്പിക്കുന്ന വിഷയം കല, കാലം, കലർപ്പുകൾ എന്നുള്ളതാണ്. സോറി ദീപ, ഇന്നലെ ദീപയോട് പറയാൻ വിട്ടുപോയി. ദീപയുടെ തെറ്റല്ല, ഇന്നലെ വൈകിട്ടാണ് ആ ടോപ്പിക് ഒന്ന് ചെറുതായിട്ട് മാറ്റിയത്. കല, കാലം, കലർപ്പുകൾ. മനസ്സിൽ സൂക്ഷിക്കേണ്ടത് സാംസ്കാരിക രാഷ്ട്രീയം, ഫോക്ലോർ. വടക്ക് അകമല ശാസ്താവ്, തെക്ക് കൊടുങ്ങല്ലൂർ ഊഴത്ത് ശാസ്താവ്, കിഴക്ക് കുതിരാൻമല ശാസ്താവ്, പടിഞ്ഞാറ് എടത്തുരുത്തി ശാസ്താവ് എന്നിങ്ങനെ 4 ശാസ്താക്ഷേത്രങ്ങൾ അതിരുകാക്കുന്ന പ്രാചീന പെരുവനം ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കലർപ്പുകൾ എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ മുതിരുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തയ്ക്ക് മലയാള ഭാഷയിൽ പുത്തൻ ബാന എഴുതിയ അർണോസ് പാതിരിയുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കലർപ്പുകളെക്കുറിച്ച് സംസാരിക്കാൻ പുറപ്പെടുന്നത്. മതേതര ഭൂമികയാകിയ ഇന്ത്യയിൽ നവോത്ഥാന കേരളത്തിലെ ഭക്തിപ്രസ്ഥാന ചരിത്രത്തോട് പുത്തൻപാനയും മൊയ്യുദ്ദീൻ മാലയും ചേർത്ത് വയ്ക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളോട് കലർപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത്. പിച്ചകശ്ശേരി, ഞെരുവശ്ശേരി, ചെറുശ്ശേരി തുടങ്ങിയ സ്ഥലനാമങ്ങൾ കൊണ്ട്, ശാസ്താക്ഷേത്രങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശക്തമായ ബൗദ്ധ സാന്നിധ്യം സൂചിപ്പിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് കൂടിയാണ് നമ്മളിന്ന് കലർപ്പുകളെപ്പറ്റി സംസാരിക്കുന്നത്. MD രാമനാഥൻ പാടുകയാണ്. നന്ദനാർ ചരിതത്തിലെ മാഞ്ചിരാഗത്തിലെ നന്ദനാർ ചരിതം അങ്ങനെ പാടുകയാണ്. അങ്ങനെ പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ് ചരണത്തിലെത്തുമ്പോൾ അദ്ദേഹം പാട്ടൊന്ന് നിർത്തും. നിർത്തിയിട്ട് ചെറുചിരിയോട് കൂടിയിട്ട് പ്രേക്ഷകരോട് പറയും, ഭാരതിയാർ എഴുതിയ പോലെ പാടവേണം എന്ന് പറയും. അതിൻ്റെ പശ്ചാത്തലം, നന്ദനാരെന്ന് പറയുന്നത് ഒരു അടിമയായിരുന്നു. തൻ്റെ കർഷകനായിട്ടുള്ള ജന്മിയുടെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കത്താ ദൂരം കൃഷിസ്ഥലങ്ങൾ നോക്കി നടത്തിയിരുന്ന നന്ദനാർക്ക് ചിദംബരനാഥനെ കാണാൻ പോകാനായിട്ടൊരു ആഗ്രഹം വരികയാണ്. പക്ഷെ ജന്മി സമ്മതിച്ചില്ല. മാത്രമല്ല, ജന്മി പരിഹാസമായിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇന്ന് നീ നിലമുഴുത് വിത്തെറിഞ്ഞ് വിളയിച്ച് കൊയ്തതിന് ശേഷം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അദ്ദേഹം വേദനയോട് കൂടിയിട്ട് പാടുന്ന ഒരു വരിയുണ്ട്, ഭൂമിയിൽ പുലയനായി പിറന്തേനെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ MD രാമനാഥൻ ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന KV നാരായണസ്വാമി അത് പാടിയിരുന്നത് ഭൂമിയിൽ ഹീനനായി പിറന്തേനെ എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, MD രാമനാഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങനെ അരുത്, ഭാരതിയാർ എഴുതിയ പോലെ തന്നെ പാടവേണം എന്ന് പറഞ്ഞു. ഇതൊരു കളരി പാഠമല്ല. ഈ കർണാടക സംഗീതത്തിൻ്റെ സരളിവരിഷയും ജണ്ടവരിഷയും ഒന്നും പഠിപ്പിക്കുന്ന ഒരു വേദിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കില്ല. അപ്പോൾ ഒരു കലാകാരനെ ലോകത്തിനെ ഇങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് കലയിൽ കലർപ്പ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്.
അപ്പോൾ നമുക്കറിയാം ചിട്ടയും സമ്പ്രദായ ശുദ്ധിയുമാണ് ശാസ്ത്രീയ കലാരൂപങ്ങളുടെ കാതലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചിട്ട തെറ്റിക്കുന്ന ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ കഥകളിയിൽ ഉദാഹരണത്തിന് കോട്ടയം കഥകൾ എടുത്തോളൂ. കോട്ടയം കഥകൾ എന്ന് പറഞ്ഞാൽ ചിട്ട നിബദ്ധമാണ്. എല്ലാം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് വ്യാകരണത്തോടു കൂടി എഴുതി വെച്ചിട്ടുള്ളതാണ്. ഒരു പ്രളയം വന്ന് ലോകം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ഈ കോട്ടയം കഥകളുടെ ആട്ടപ്രകാരം വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ കഥകളി എന്ന് പറയുന്ന ഫോമിനെ നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത്ര ചിട്ടനിബദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ തിരുത്തലുകൾ ആവശ്യമില്ല. വല്ലപ്പോഴും കാലത്തിനനുസരിച്ചിട്ടുള്ള കൂട്ടിച്ചേർക്കൽ, അരിമാവ് പോയിട്ട് കടലാസ് വരുമ്പോൾ അത് കൂട്ടിച്ചേർക്കുക, തുണി പോയിട്ട് പ്ലാസ്റ്റിക് വരുമ്പോൾ അത് കൂട്ടിച്ചേർക്കുക, അത്തരത്തിലുള്ള ഇതുകൾ മാത്രമേ അതിനകത്ത് സ്കോപ്പ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരു കലാപരിസരത്ത് നിന്നുകൊണ്ട് ഈ കല, ഒരു ശാസ്ത്രീയ കല എങ്ങനെയാണ് ചിട്ടയുടെ അതിരുകൾ ലംഘിച്ചത് അഥവാ ലംഘിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തിന് ലംഘിക്കണം എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ ചെറിയ സംവാദത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അത് കലയുടെ സാംസ്കാരിക രാഷ്ട്രീയം കൂടി ആവുകയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കലയുടെ കലർപ്പുകളിൽ ഫോക്ലോറിന് വലിയ ഒരു പങ്കുണ്ട്. 80കളുടെ തുടക്കമാണ്. വള്ളുവനാടിലെ ഉത്സവരാവുകളിൽ നിന്നുകൊണ്ട് ഒരു കാർത്തവീര്യാർജുന വിജയം കഥകളി അരങ്ങേറുകയാണ്. അപ്പോൾ അതിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. മണ്ടോദരി, രാവണൻ്റെ പത്നിയായിട്ടുള്ള മണ്ടോദരി രാത്രി ഒരു സ്വപ്നം കണ്ടു. രാവണൻ ഉർവശിയുമായിട്ട് രമിച്ചു എന്നുള്ളതാണ്. അത് ഈ ക്ലാസിക്കൽ കൃതികളിലെ കാൽപ്പനികതകളിലൊക്കെ വരുന്നൊരു സാധാരണ സങ്കല്പനമാണ്. അപ്പോൾ രാവണൻ പറയുകയാണ്, ഞാൻ ദാസിയായിട്ടുള്ള ഉർവശിയിൽ എൻ്റെ മനസ്സ് ചേരുമോ എന്ന് പറയുന്നൊരു ഭാഗം മാത്രമാണ് അതിൽ സംഗതി. അപ്പോൾ കവിവാക്യം ഇത്രയേ ഉള്ളൂ, ദാസിയാകും ഉർവശിയിൽ എന്നാശ ചേരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് വരെ ഈ ദാസി എന്നുള്ളതിനെ ആടിക്കാണിച്ചിരുന്നത് പാത്രമോറ, മിറ്റടിക്കുക, അത്തരത്തിലുള്ള ദാസ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദാസിയിൽ പുച്ഛത്തോടുകൂടി പറയും, ഈ ദാസിയിൽ എൻ്റെ ആശ ചേരുമോ എന്നാണ് അന്ന് വരെയുള്ള കത്തിവേഷങ്ങൾ രാവണൻ ആടിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് മാത്രം ഒരു വ്യത്യാസം കണ്ടു. കത്തിവേഷം കെട്ടിയിരുന്ന രാവണൻ നടുക്ക് വന്നിട്ട് സദസ്സിനെ അരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തൊഴുതു. എന്നിട്ട് ഒരു 1.5 മിനിറ്റ് കൊണ്ട് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, എല്ലാ ക്രിയോളുകളും കഥക്കടക്കമുള്ളത് ഒരു 3 മിനിറ്റ് 1.5 മിനിറ്റിൻ്റെ ക്രിയോളായിട്ട് ആടി എടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ദാസിയിൽ എനിക്ക് ആശ ചേരുമോ. അപ്പോൾ ദാസി ഭൃത്യ എന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ദേവദാസി എന്നൊരു പുനരാഖ്യാനം കൊടുക്കുകയാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കഥകളിയിലെ കലർപ്പ് എന്ന് പറയുന്നത്, കഥകളിയിലെ കലർപ്പ് അല്ലെങ്കിൽ ക്രിയോള് ലൊക്കേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സന്ദർഭം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആടിയത് ആചാര്യനായിട്ടുള്ള കീഴ്പ്പടം കുമാരനാരാശനായിരുന്നു. കുമാരനാരാശൻ തന്നെ ഒരു ക്രിയോളാണ്. കലാമണ്ഡലത്തിൽ നൃത്തവിഭാഗത്തിൻ്റെ മേധാവിയാക്കാനായിട്ട് വള്ളത്തോൾ തീരുമാനിക്കുകയാണ്. അതിൽ പിണങ്ങിയിട്ട് അദ്ദേഹം ചെന്നൈക്ക് നാടുവിടാണ്, മദ്രാശിക്ക് വണ്ടി കയറാണ്. അവിടെ പോയിട്ട് സിനിമയിൽ നൃത്തം പഠിപ്പിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ടു. MG രാമേന്ദ്രൻ്റെ ശിഷ്യനായി, ഗുരുവായി അദ്ദേഹത്തെ നൃത്തം പഠിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് നൃത്തം പഠിച്ച് അതിനിടയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, താളപ്രസാരം എല്ലാം പഠിച്ചെടുത്ത് 32 വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് വള്ളുവനാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാലകേവത്തിലെ അർജുനൻ്റെ വേഷം കെട്ടിക്കൊണ്ട്. അതായത് അതൊരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈ കഥകളി സുഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. പിന്നീട് അദ്ദേഹം ചെയ്തെടുത്തത് മുഴുവൻ കഥകളി ഒരു പരീക്ഷണശാലി ആക്കിക്കൊണ്ട്, ആ കലയുടെ ഫോമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫോമിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഫോമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രമേയത്തിനെ പുനർനിർവഹിച്ചുകൊണ്ട് വ്യത്യസ്തമായുള്ള ക്രിയോളുകളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം അവലംബിച്ചത് ഫോക്ലോർ എന്ന ടൂളാണ്. ഇപ്പോൾ ലവണാസുരത്തിലെ സീത എത്രയോ ഹനുമാന്മാർ ആടിക്കണ്ടിട്ടുണ്ട്. ലവണാസുരത്തിലെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീരാമൻ ഉപേക്ഷിച്ചതിന് ശേഷം വാൽമീകിയുടെ ആശ്രമത്തിൽ പോയിട്ട് 2 കുട്ടികൾക്ക് ജന്മം കൊടുത്ത് കുട്ടികളിങ്ങനെ കൗമാരത്തിൽ തിറച്ച് നിൽക്കുന്നൊരു പശ്ചാത്തലമാണ് ലവണാസുരത്തിൻ്റെ പശ്ചാത്തലം. ശ്രീരാമൻ്റെ ആകാശം അലഞ്ഞു തിരിഞ്ഞ് വാൽമീകിയുടെ ആശ്രമത്തിൽ പോയി. കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടില്ല, കുട്ടികളവിടെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ഹനുമാനായിട്ട് യുദ്ധം നടത്തുന്നതാണ്. ഹനുമാൻ്റെ യുദ്ധം കഴിഞ്ഞിട്ട് സീത പിടിച്ചു കൊണ്ടുപോവാണ്. സീതയുടെ മുമ്പിലേക്ക് ഹനുമാനെ പിടിച്ച് കെട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സുഖമോ ദേവി എന്ന് പറയുന്ന ഒരൊറ്റ ഭാഗം മാത്രമേ കവി ആടാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സീത പറയാൻ പറ്റാത്ത വികാരത്തിൽ തകർന്ന് നിൽക്കുകയാണ്. ആരെയാണ് മുന്നിൽ പോയിട്ട് പ്രാണികളിൽ നിന്നെപ്പോലെ കാണുമോ വാനരവീര എന്ന് പറയുന്ന ഹനുമാൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു കഥാപാത്രമാണ്. അപ്പോൾ സീത സങ്കടം സഹിക്കവയായി ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുമാരനാരാശൻ്റെ ഹനുമാൻ, ഈ സാധ്യയോട് ഞാൻ എന്തു പറയും, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തെറ്റ് പോലും ചെയ്തിട്ടുള്ള ഈ സാധ്യയോട് ഞാൻ എന്തു പറയും എന്ന് പറഞ്ഞിട്ട് സീതയെ വിളിക്കുകയാണ്.
പതുക്കെ വിളിച്ച് ജനലിൽ കൂടി ഈ ആകാശത്തിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ആകാശത്തിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഇത് ശ്രീരാമൻ്റെ ആകാശം, ദിഗ്വിജയത്തിനായി ഇറങ്ങി പുറപ്പെട്ടുള്ളത്, ഇതിനെ പിടിച്ച് കെട്ടുന്നവരെ കീഴടക്കിയിട്ടോ കൊന്നിട്ടോ അവരെ സാമന്തരാക്കിയിട്ട് വേണം തിരിച്ചു വരാൻ എന്നുള്ള വിളംബരം, ആ വിജിഗീഷുമായിട്ടുള്ള ആ സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതില്ലാത്ത സീത എന്ന കഥാപാത്രത്തിന് 1000 ചോദ്യം ചോദിക്കാൻ പ്രാപ്തനാക്കുന്നതാണ് കുമാരൻ നരാശൻ്റെ ആട്ടം. അപ്പോൾ ശിവരാമൻ്റെ സീത തിരിച്ചു ചോദിക്കുകയാണ്, രാജസൂയോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീത എന്ന് ചോദിക്കുകയാണ്, രാജപത്നി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്, എങ്ങനെ ഞാൻ ഈ സാധ്യയോടത് പറയും. സ്വർണം കൊണ്ടൊരു പ്രതിമ, അപ്പോൾ സ്വർണം ഇത്രയേ പിടിക്കുള്ളൂ, മുഴുവൻ കാണിക്കില്ല. ഒരു പ്രതിമ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം നെടുവേർപ്പെടും, ഒപ്പം നമ്മൾ കരഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പുതുകാലത്തിനെ രാഷ്ട്രീയ കൃത്യതയോട് കൂടിയിട്ട് അദ്ദേഹം നോക്കിക്കണ്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന് തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഫോമിൽ നടത്തിയുള്ള ഇംപ്രൊവൈസേഷനൊക്കെ ശിഷ്യന്മാർ പല തരത്തിൽ പല രൂപത്തിൽ അവരെ കണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ പൊലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പുരാവൃത്തങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആട്ടങ്ങളൊക്കെ ഗംഭീരമായിട്ട് ശിഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണനായാലും കൃഷ്ണൻകുട്ടിയേട്ടനായാലും ഈവൻ ഭാസി വരെയുള്ള എല്ലാ ആളുകളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ കൃത്യതയോട് കൂടിയിട്ടുള്ള കഥകളി എന്ന് പറയുന്ന ഒരു ഫ്രോസൺ അല്ലെങ്കിൽ പരിമിതപ്പെട്ടുള്ള ഒരു ആർട്ട് ഫോമിലുള്ള ഇടപെടൽ അത് എളുപ്പമല്ല. അത് ഏറ്റെടുക്കാൻ ശിഷ്യന്മാരെന്നല്ല ആ സ്കൂൾ ഓഫ് തോട്ടിന് കഥകളിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയാനുള്ളത്, കഥകളി സമൂഹം, പ്രേക്ഷകരും അഭിനേതാക്കളും അടങ്ങുന്ന സമൂഹം കാലികമായ ലോകത്തിനോട് ചേർത്ത് വയ്ക്കാവുന്ന രൂപത്തിൽ ഇന്നും വികസിതമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് കുമാരൻ നരാശാൻ്റെ സ്കൂൾ ഓഫ് തോട്ടിന് ഇത് തുടർച്ചയില്ലാതെ പോയത്. പക്ഷെ നമ്മൾ കലർപ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ, കലയുടെ കലർപ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ കുമാരൻ നരാശാനെ പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കഥകളി പോപ്പുലർ കൾച്ചറിലൊക്കെ പല തരത്തിൽ വളർന്നുപോയി. ഉദാഹരണത്തിന് NS മാധവൻ്റെ കാർമേൻ എന്ന് പറയുന്ന കഥ ഒരു കഥകളിയുടെ ഗംഭീരമായിട്ടുള്ളൊരു ക്രിയോൾ വർക്കാണ്. കാർമേൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാഘവൻ എന്ന് പറയുന്ന കഥകളി നടനാണ്. അപ്പോൾ അദ്ദേഹം ആലപ്പുഴ ഭാഗത്ത് കായലിൻ്റെ പരിസരത്ത് നിന്നിട്ട് ബാലി സുഗ്രീവൻ അഭിനയിക്കുകയാണ്. ബാലിവധാണ് കഥ. അപ്പോൾ ബാലി പോരിന് പൂയ് എന്ന് വിളിക്കുമ്പോൾ സുഗ്രീവൻ പുപ്പൂയ് എന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ഉള്ളത്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ബാലി പൂയ് എന്ന് വിളിച്ചപ്പോൾ സുഗ്രീവനല്ല പുപ്പൂയ് എന്ന് പറഞ്ഞത്, കായലിൽ കക്ക വരാൻ വന്നൊരു വിദ്വാനാണ് കയറിയിട്ട് പുപ്പൂയ് എന്ന് പറഞ്ഞത്. അവർക്ക് തമാശയെ വേറെ ആൾ കയറി പുപ്പൂയ് എന്ന് പറഞ്ഞു, സുഗ്രീവന് പറയാൻ പറ്റാണ്ടേ. പിന്നെ സുഗ്രീവൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഈ കാര്യം കൈവിട്ട് പോയി. അങ്ങനെ ബാലിവധം കുളമായ രംഗമാണ് ഒന്ന് അതിൽ കഥകളി ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് രൗദ്രഭീമനാണ്. അപ്പോൾ ഈ NS മാധവത്തൊക്കെ ഉപയോഗിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ബാലിവധമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഔദ്ധത്യത്തിൻ്റെ ഒരു മേഖലയാണ്. അതുപോലെ രൗദ്രഭീമൻ എന്ന് പറഞ്ഞാൽ കഥകളിയിൽ രൗദ്രം ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ഭാഗമാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രൗദ്രഭീമൻ ദുശാസനെ മലർത്തി കിടത്തിക്കൊണ്ട് വയറ് പിളർന്ന് കുടൽമാല ഇങ്ങനെ കടിച്ച് ഇങ്ങനെ രൗദ്രം നടിക്കുന്ന സമയത്ത് ദുശാസനായിട്ട് കിടക്കുന്നത് രാഘവനാണ്. അപ്പോൾ രാഘവൻ വെറുതെ കിടക്കുകയാണ്, മരിച്ചു, അതാണ്ട് മരിച്ച പോലെ ആയി. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി അത്താഴത്തിന് വടുകപ്പുള്ളി അച്ചാറ് കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ട്, രാത്രി കൂടുതൽ കഴിച്ചിട്ടുണ്ട്, നല്ല പുളി ഉണ്ടാവും. അപ്പം എൻ്റെ കുടലിലൊക്കെ അത് പറ്റിയിട്ടുണ്ട്, ഈ പഹേനത് കടിച്ചിട്ട് ഇപ്പം മുഖം കൊണ്ട് അവൻ്റെ രൗദ്രമോണ ഞാൻ കാണാമെന്ന് വെറുതെ ഒരു അതിഭാവന ചിന്തിച്ചതാണ്. അത് പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാഘവൻ തന്നെ ചിരി വന്നു. രാഘവൻ തന്നെ ഫലിതാലോചിച്ച് രാഘവൻ തന്നെ ചിരിക്കുകയാണ്. അപ്പം ചിരി മരിച്ചു ഏതാണ്ട്, ചിരിക്കാനും പറ്റില്ല ചിരിക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു അലറിയിട്ട് ആ ചിരി അലർച്ചയാക്കി മാറ്റിയപ്പോൾ രൗദ്രഭീമന് കൺഫ്യൂഷനായി. അപ്പം രൗദ്രഭീമൻ്റെ സ്ഥായി പോയി. ഗംഭീരമായിട്ട് രൗദ്രം പിടിച്ചിരിക്കുന്ന ആൾ ആകെ പതറി, അതോടുകൂടി ആ കളിയും കൊള്ളായി. അങ്ങനെ ഇത്തരത്തിൽ കഥകളി പോപ്പുലർ കൾച്ചറിൽ പല രൂപത്തിൽ ആഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണിയുടെ ഗംഭീര വിക്രമ എന്ന് പറയുന്ന കഥയൊക്കെ പല തരത്തിൽ, ഇവൻ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രേഖയുടെ മാഖൻ പോലും ഇതിനോട് ഈ ഒരു പ്രോസസ്സിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ കഥകളെ പറ്റിയിട്ട് അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. കുമാരൻ നരാശൻ്റെ സ്കൂൾ ഓഫ് തോട്ടിനൊരു തുടർച്ച ഉണ്ടാവുന്ന രൂപത്തിൽ കഥകളി സമൂഹമോ ഉയരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കഥകളെ പറ്റിയുള്ള സംഗതി അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ ഓട്ടംതുള്ളൽ, ഇന്നിപ്പോൾ ഓട്ടംതുള്ളൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരിക്ക് അപ്പുറത്തുള്ള തക്കല വരെയുള്ള സ്ഥലത്ത് ഓട്ടംതുള്ളലുണ്ടെന്ന് മനസ്സിലാക്കണം. വയനാട് എന്ന് പറഞ്ഞൊരു ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഓട്ടംതുള്ളലുണ്ട്. ഓട്ടംതുള്ളൽ അത്രയും പോപ്പുലറായി. ഞാൻ ഓരോരുത്തരോടും ചോദിക്കാറുണ്ട് ഈ ഫോമിനെ കുറിച്ച്. എല്ലാവരും പറയുന്നത്
ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ കലാരൂപമാണെന്നാണ് പറയുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ശാസ്ത്രീയ കലാരൂപത്തിന് കുറച്ചൊരു മാന്യത കിട്ടും. ഒരു നാടൻ കലാരൂപം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മാന്യതയല്ല ശാസ്ത്രീയ കലാരൂപത്തിൻ്റെ നടൻ എന്ന് പറഞ്ഞാൽ കിട്ടുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഞാനത് ആലോചിക്കാറുണ്ട്, ശാസ്ത്രീയ കലാബോധ്യങ്ങളെ ഇതുപോലെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരാൾ കുഞ്ചൻ നമ്പ്യാരെ പോലെ വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സവർണ സങ്കല്പനോടുള്ള വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് തന്നെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അതിന് ഓട്ടംതുള്ളലിൻ്റെ ആഹാരം സങ്കല്പിക്കുന്ന സമയത്ത് അതിൽ അരയ്ക്ക് താഴെ എന്ത് വേണമെന്ന് ആലോചിച്ചു. അപ്പോൾ കഥകളിയിൽ അത് വളരെ ഭയങ്കര ഭാവത്വത്തോട് കൂടിയിട്ട് നമ്മൾ പൊലിപ്പിച്ച് പറയാറുണ്ട്. ആഹാര്യം രൂപകൽപ്പന ചെയ്തതിനു ശേഷം കൊട്ടാരക്കര തമ്പുരാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് അരയ്ക്ക് താഴെ എന്ത് വേണമെന്ന് കഥകളിയിൽ ആലോചിക്കുന്ന സമയത്ത് രാത്രി സ്വപ്ന ദർശനത്തിൽ കൂടി ഏതോ അദൃശ്യ ശക്തികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ്. തിരമാലയുടെ മുകളിൽ കൂടി ഏതൊക്കെയോ വേഷങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കണ്ടു എന്നും, ആ തിരമാല എടുത്തിട്ട് ഈ അരയ്ക്ക് താഴെയുള്ള ഗംഭീരമായിട്ടുള്ള ഇന്ന് നമ്മൾ കഥകളിയിൽ കാണുന്ന ആഹാരം രൂപകൽപ്പന ചെയ്തെടുത്തു എന്നാണ് സങ്കല്പം. കുഞ്ചൻ നമ്പ്യാർ അരയ്ക്ക് താഴെയുള്ള എന്ത് വേണം എന്ന് ആലോചിച്ചിട്ട് അധികമൊന്നും ബുദ്ധിമുട്ടാൻ നിന്നില്ല. അമ്പലപ്പുഴയാണ് അതിൻ്റെ പ്ലോട്ട്. അമ്പലപ്പുഴ വെച്ചിട്ടാണ് നടക്കുന്നത്. അമ്പലപ്പുഴ അമ്പലത്തിൽ മുറജപം നടക്കുന്ന ഇതാണ്. അപ്പോൾ 10-500 നമ്പൂരിമാർ കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും വന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഈ പരിപാടി ആരംഭിക്കുന്നുണ്ട്. ഇവരെല്ലാവരും അവരുടെ കോണകം കഴുകിയിട്ട് അവിടെ അഴയിൽ തോരിയിട്ടുണ്ട്. ഇദ്ദേഹം പോയിട്ട് ഈ ഓരോ കോണകങ്ങൾ എടുത്തിട്ട് കൂട്ടിക്കെട്ടി അരയിൽ കെട്ടിയിട്ട് അതൊരു ക്രയോളാണ്. ഇപ്പോൾ ഇന്ന് ഞാനത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഇന്നിപ്പോൾ VIP-യുടെ അണ്ടർവെയർ പോലെ അണ്ടർവെയർ മുഴുവൻ അരയിൽ കെട്ടിയിട്ട് ഒരു ആഹാരം സങ്കല്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനെ കോണകം പൊളിറ്റിക്കലാവുന്ന ആദ്യത്തെ ലോകത്തിലെ കലാരൂപമാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ എന്ന് പറയേണ്ടി വരും. ഗാന്ധിയുടെ ചർക്ക പോലെ തന്നെ ഏറ്റവും വലിയൊരു കോണകം പൊളിറ്റിക്കലായിട്ടുള്ളൊരു കലാരൂപമായിട്ടാണ് തുള്ളൽ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും തുള്ളൽ കലാകാരന്മാർ ഈ അമ്പലപ്പുഴ കോണകം ഇങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ട്. പക്ഷെ അതും മൈദയൊക്കെ മുക്കി വളരെ സ്റ്റഡി ആക്കിയിട്ട് വളരെ കാഴ്ചവസ്തുവായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള കോണകം നമുക്ക് തോന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കും, കോണകം കൊണ്ടു കിടക്കുന്നുണ്ടല്ലോ, കോണകമില്ലാത്ത കഥകളി ഇല്ല എന്നുള്ളതാണ് ഓട്ടംതുള്ളൽ ഇല്ല എന്നുള്ളതാണ് ഓട്ടംതുള്ളലിലെ ഏറ്റവും വലിയ ക്രയോളെന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഈ ആഹാരത്തിന് മാത്രമല്ല കേട്ടോ, അടിമുടി ഈ ക്ലാസിക്കൽ സങ്കല്പനങ്ങളെ അദ്ദേഹം തകർത്ത് പൊളിച്ചു. ഇപ്പോൾ കഥകളിയിൽ ഇപ്പോൾ നളചരിതത്തിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട. ഗംഭീരമായിട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ്. ഉണ്ണായി വാര്യരുടെ ഹംസം എന്ന് പറഞ്ഞാൽ കാൽപ്പനികതയുടെ അങ്ങേ അറ്റാണ്. ഹംസം എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഒരു മിത്തിൽ ഇതുപോലെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് വേറെ ഒന്നിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കഥകളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗോപേശൻ പ്രധാനമായിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് നളനെ യാത്രയാക്കുന്ന പാട്ട് പാടുന്ന ചിലപ്പോൾ എമ്പ്രാന്തിരശനാവും അല്ലെങ്കിൽ കുറുപ്പാശനാവും. പ്രിയമാനസ നീ പോയി വരണം എന്നും പറഞ്ഞിട്ട് ഹംസത്തിനെ പറഞ്ഞയക്കുകയാണ് ദമയന്തിയുടെ അടുത്തേക്ക്. അങ്ങനെ ഹംസം, സ്വർണ്ണവർണ്ണമായിട്ടുള്ള ഹംസം പിന്നോട്ട് പോയി മറഞ്ഞ് ഒരു സ്വർണത്തിൻ്റെ ബിന്ദുവായി പറന്ന് അകന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്ന രൂപത്തിൽ മനോഹരമായിട്ട് തോടി രാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആടുന്ന ഒരു രൂപത്തിനെ കുഞ്ചൻ നമ്പ്യാർ അപധർമ്മിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുഞ്ചൻ നമ്പ്യാരും നളചരിതം എഴുതിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഹംസം ഒറ്റ പറക്കലാണ് പറഞ്ഞിട്ട് ഇതിലേക്ക് പോണ സമയത്ത് അദ്ദേഹം ഈ പെരുവനം വഴിക്ക് പോയെന്നുണ്ട്. അദ്ദേഹം മേളം കാണുന്നുണ്ട്, പഞ്ചവാദ്യം കാണുന്നുണ്ട്. എന്നിട്ടൊരു പനയുടെ മുകളിൽ, അത് ഈ വല്ലച്ചിറക്ക് ആ ഭാഗത്തുള്ള ഏതോ ഒരു പനയുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഹംസം പോയിരിക്കുന്നത്. താഴ്ത്തു നോക്കിയപ്പോൾ താഴെ ഒരു ഗംഭീര ഡൊമസ്റ്റിക് വയലൻസ് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു നേരമ്പോക്കായി ഈ ഹംസത്തിന്. താഴ്ത്തു നോക്കിയപ്പോൾ ഈ പടനായന്മാരെന്ന് പറയുന്ന വിഭാഗത്തിന് കുഞ്ചൻ നമ്പ്യാർക്ക് എന്താണെന്നറിയില്ല, എന്തോ കൈവശം കൊടുത്ത പോലെയാണ്. തലങ്ങും വിലങ്ങും പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാത്രം അറിയാം, പിന്നെ യുദ്ധം ചെയ്യാനോ. എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ചെയ്യാനുള്ള പരിപാടിയാണ് കുഞ്ചൻ നമ്പ്യാർക്ക് തീരെ ഇഷ്ടപ്പെടാമെന്ന് തോന്നുന്നുണ്ട്. അയാൾ ഒരു സമാധാനപ്രേമിയായിരുന്നു. അങ്ങനെ നായർ വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കേട്ടില്ലേ, നായർ വിശന്ന് വലഞ്ഞ് വരുമ്പോൾ കായക്കഞ്ഞി കരുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ കഞ്ഞി അടപ്പത്തായിട്ടില്ല, വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് കലി വന്നു. ഇയാൾ ആ വെള്ളം അങ്ങനെ എടുത്ത് 2 പിള്ളേർ മറുതിരുന്ന് ഇറയത്തിരുന്ന്, അവനവൻ്റെ പിള്ളേരാണ് ഇരുന്ന് കളിക്കേണ്ടത്, അവൻ്റെ തലകൊട കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് കലി തീരാണ്ട് അവിടെ ഇരുന്ന് ഒലക്കെടുത്തിട്ട് ഭാര്യയ്ക്ക് 4 പെടയും കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഈ ആട്ടുകല്ലും അമ്മയും അതൊക്കെ പിറ്റേ ദിവസം ആവശ്യമുള്ള സാധനങ്ങളാണ്, വീണ്ടു വിചാരമില്ലല്ലോ, ബുദ്ധിയും ബോധമൊന്നുമില്ലല്ലോ, അതെടുത്ത് അങ്ങനെ കിണറ്റിലിട്ടു. എന്നിട്ട് അരിശം തീരാഞ്ഞിട്ട് ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഈ പറയുന്ന ഉണ്ണായി വാര്യരുടെ ഹംസത്തിനെ കുഞ്ചൻ നമ്പ്യാർ അപനിർമ്മിച്ചത് ഇങ്ങനെയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, കുഞ്ചൻ നമ്പ്യാർ ഈ ഓട്ടംതുള്ളൽ നമ്മളിനി കാണുമ്പോൾ ഓർക്കണം, വലിയ കലയിലെ ഒരു അപനിർമ്മിതി നടന്നിട്ടില്ല, ഒരു ക്രിയോള നടന്നിട്ടുള്ള കലാരൂപമാണ്. അത് നാടോടി സങ്കല്പനങ്ങളോടാണ് ചേർന്ന് നിൽക്കുന്നത്, ശാസ്ത്രീയ സങ്കല്പനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ കൂടിയാട്ടം എന്ന നാടകവേദി പ്രസക്തമാകുന്ന ഇവിടെയാണ്. നാടകവേദി അതിന് പ്രാചീനമായാലും ആധുനികമായാലും നാടകവേദിക്കൊരു സ്വഭാവമുണ്ട്. ഉത്തരത്തെക്കാൾ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അത് ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉത്തരം ആർക്ക് വേണം? ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ എന്നോട് ചോദ്യം ചോദിക്കുന്നു, സമൂഹത്തിനോട് ചോദ്യം ചോദിക്കുന്നു.
കഴിഞ്ഞുപോയ കാലത്തിനോട് ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യങ്ങളാണ് ചരിത്ര നിർമ്മിതി ഉണ്ടാക്കുന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് നാടകം എക്കാലത്തും നടന്നു പോന്നിട്ടത്. അങ്ങനെ 1957 കൂത്തും കൂടിയാട്ടവും ഈ കൂത്തമ്പലങ്ങൾ വിട്ട് പുറത്തേക്ക് കടന്നോട് കൂടിയിട്ട് അതിൽ ആദ്യത്തെ ക്രിയോള് സംഭവിച്ചു കഴിഞ്ഞു. അതോടുകൂടി അത് പൊതുവേദിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അത് മാറിക്കഴിഞ്ഞു. അതോടുകൂടിയിട്ട് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം പൂർണ്ണമാകുന്നത് കലാമണ്ഡലത്തിൽ 1965 കൂത്തും കൂടിയാട്ടവും പൈങ്കുള രാമച്ചാക്യാരെന്ന് പറയുന്ന സാർവഭൗമൻ്റെ നേതൃത്വത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും അതിലൊരു പാഠ്യവിഷയമായോട് കൂടിയിട്ട് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം പൂർത്തിയായി എന്നുള്ളതാണ്. മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും അഭിനേത്രിമാരെയും കണ്ടെത്തി അദ്ദേഹം ഗംഭീരമായിട്ട് വികസിപ്പിച്ചെടുത്തു. ഗിരിജ, ശൈലജ തുടങ്ങിയിട്ടുള്ള അഭിനേത്രിമാർ, ശിവൻ നമ്പൂരിയെ പോലെയുള്ള എണ്ണം പറഞ്ഞ കലാകാരന്മാരെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അവർക്ക് വേണ്ടിയിട്ട് ഈ ഭഗവത് യുഗത്തിലെ ഉദ്യാനവർണ്ണ പോലുള്ള മനോഹരമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം വേഷം കെട്ടാതെ ഇവരെ വേഷം കെട്ടിച്ച് ഒരു തലമുറ മുഴുവൻ കൊണ്ടു കിടക്കാവുന്ന രൂപത്തിൽ കഥാപാത്രങ്ങളെ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് കൂടിയാട്ടത്തിൽ പൈങ്കുള രാമച്ചാക്യാർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ അതിലത്തെ റിയലൈസേഷൻ്റെ ആചാര്യനായിട്ട്. അവിടെ കുമാരനാരായണനെ പറ്റി പറഞ്ഞ പോലെ പൈങ്കുളാശാനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് വികസിച്ചു. ഈ പുറത്തുള്ള പല സംവാദങ്ങൾക്കും ഇത് വഴിവെച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഉഷ നങ്ങ്യാരുടെ ഇടപെടൽ ഇവിടെ കൂടിയാട്ടത്തിൽ സ്ത്രീവാദ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവുന്നത്. അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഉഷയുടെ ചോദ്യങ്ങളിൽ ഉഷ ചോദിക്കുകയാണ്, പഞ്ചകന്യമാർ അരങ്ങത്ത് പാടില്ല, അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി ഇവർ അരങ്ങത്ത് പാടില്ല എന്നാണ്. എന്തുകൊണ്ട് അരങ്ങത്ത് പാടില്ല? അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഉഷ അത് ചോദ്യം ചെയ്യാണ്. അപ്പോൾ പറഞ്ഞാൽ സാധാരണ പതിവില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു കാരണം ഉണ്ടാവണ്ടല്ലോ. അങ്ങനെ അവർ കണ്ടെത്തി. മണ്ഡോദരിക്ക് പണ്ട് പ്രതിഫലം കൊടുത്തിരുന്ന ഒരു റെസീറ്റ് അവർ കണ്ടെത്തി, താളിയോലയുടെ റെസീറ്റ് കണ്ടെത്തി ആചാര്യന്മാരെ കൊണ്ട് കാണിച്ചു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നൊരു സാധനം എടുത്ത് നാളെ ചെയ്യാൻ പറ്റില്ല. ഈ പാരമ്പര്യ കലാരൂപത്തിൽ പ്രത്യേകത ഉണ്ട്. ആചാര്യന്മാർ സമ്മതിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സമ്മതിപ്പിക്കണം, എന്നിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇടയിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആചാര്യന്മാരെ കാണിച്ചുകൂടി പിന്നെ ആചാര്യന്മാർക്കൊന്നും പറയാനില്ല അധികം. അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് അഹല്യ, ദ്രൗപദി, സീത, താര ഓൾറെഡി അരങ്ങിലുണ്ടായിരുന്നു. മറ്റേ നിർവഹണമില്ല എന്ന് മാത്രമേ ഉള്ളൂ. മണ്ഡോദരി എല്ലാവരെയും പുറപ്പിടിച്ചു. അങ്ങനെ 2012 അവസാനം പുറപ്പെടാതിരുന്ന കഥാപാത്രമായിട്ട് അഹല്യ. ഇവിടെ റിയാസ് ഇവിടെ വന്നിട്ടുണ്ട്. റിയാസ് നേതൃത്വം കൊടുത്തിരുന്ന ബിനാലയുടെ വേദിയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് അഹല്യ പുറപ്പെട്ടത് എന്നുകൂടി ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു രംഗം കഴിഞ്ഞു. അഹല്യയോട് കൂടിയിട്ട് ഉഷയുടെ ആ ദൗത്യം അവസാനിപ്പിച്ചു. പിന്നീട് ഉഷയുടെ ആ അഹല്യയും ദ്രൗപദിയും മണ്ഡോദരിയും അരങ്ങിലെത്തുന്നൊരു പ്രോസസ്സിനെ സമൂഹം ഏറ്റുവാങ്ങുന്നുണ്ട്. ഓരോ കന്യകമാരായിട്ട് ഓരോ സന്ദർഭങ്ങൾ എടുത്താടിയിട്ട് ജനങ്ങളുടെ മുമ്പിലെത്തി. അവർ കാലത്തിനോട് സംസാരിച്ചു. ആ കന്യകമാർ അവരുടെ ദുഃഖങ്ങൾ പങ്കുവച്ചു, അവരുടെ അനീതികൾ പങ്കുവച്ചു, കണ്ണീര് പങ്കുവച്ചു, നോവുകൾ പങ്കുവച്ചു, രോഷം പങ്കുവച്ചു. അങ്ങനെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ സ്ത്രീയുടെ സാമൂഹ്യ ചരിത്രത്തിലേക്ക് അറിയാതെ കടന്നു കയറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. താരയ്ക്ക് നിർവഹണം ഉണ്ടായിരുന്നില്ല. വളരെ റീസെൻ്റായിട്ട് കലാമണ്ഡലം സിന്ധു എന്ന് പറയുന്ന ഒരു അഭിനേത്രി അവർ ഉദാത്തരാഗം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കണ്ടെത്തി. താരയ്ക്ക് ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള മയൂരാജൻ്റെ സുരജ് 8-ാം നൂറ്റാണ്ട് കറക്റ്റല്ലേ, അത് 10-ാ ഈ മയൂരാജൻ്റെ ഉദാത്തരാഘവം എന്നുള്ള ടെക്സ്റ്റ് എടുത്തിട്ടാണ്, അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ടാണ് താരയുടെ അവർ ആടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, ശ്രീരാമൻ്റെ എക്സൈൽ തൊട്ട് വനവാസത്തിന് പോകുന്ന തൊട്ട് തിരിച്ചവിടെ വരുന്നവരുള്ള ഒരു കാലെടുത്തിട്ടാണ് അതിൻ്റെ കഥാഭാഗം സന്ദർശിപ്പെടുത്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് നാടകത്തിൻ്റെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അതായത് നായകന് കോട്ടം തട്ടുന്ന ഒന്നും അതിനകത്ത് ചേർക്കണ്ട. നമുക്ക് ബോധപൂർവം ചിലത് അതിൻ്റെ കണ്ണടച്ചിട്ട് ഒഴിവാക്കുക, അത് അനീതിയായിട്ട് കൂട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നാടകത്തിൽ ബാലിയെ ഒളിയം ചെയ്യുന്ന അത്യാവശ്യം ശ്രീരാമന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഗതി അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതില്ലാതെയാണ് ആ നാടകം ഫ്രെയിം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിന്ധു ചോദ്യം ചെയ്യുന്നത് ആ സ്പേസിൽ നിന്നുകൊണ്ടാണ്. ആ മൗനം ഉണ്ടല്ലോ, ബാലിയുടെ മൃതശരീരത്തിന് മുകളിൽ വീണ് കെട്ടിപ്പിടിച്ച് കരയുന്ന താരയുണ്ട്. താരയെ പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ് എല്ലാവരും ചേർന്നിട്ട്, തകർന്ന് കരയാണ്. ആ മരണം തടുക്കാൻ വേണ്ടിയിട്ട് താര എമ്മട്ടും ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കരുത്തിൻ്റെ ശക്തി കൊണ്ട് ഭാര്യ പറഞ്ഞത് കേൾക്കാതെ പോയി എന്നുള്ളൊരു വേദന കൂടി താരയ്ക്കുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെല്ലാം കൊട്ടഞ്ഞു കളഞ്ഞു വന്നിട്ട് ശ്രീരാമനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതിലൂടെ, ഈ ജയത്തിലൂടെ അങ്ങ് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇപ്പുറത്ത് കാട്ടുജാതി ആവുമ്പോൾ ഈ ചെയ്തിക്ക് ഇനിയുമില്ലേ ആഴങ്ങൾ എന്നുള്ളതാണ്. ജയിച്ചതുകൊണ്ട് യശസ് വർദ്ധിക്കില്ല ശ്രീമാൻ, എങ്ങനെ ജയിച്ചു എന്നുള്ളിടത്താണ് യശസ്. അതായത് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കില്ല എന്നർത്ഥം.
അങ്ങയ്ക്ക് സീത, സുഗ്രീവന് രുമ. അതിനായിട്ട് എൻ്റെ വൈധവ്യമാണ് സാർ അങ്ങ് വില കൊടുക്കുന്നത്. രാമ, പെണ്ണുങ്ങളുടെ കണ്ണീരിനെല്ലാം ഒരേ ചൂടാണ് എന്നങ്ങ് മനസ്സിലാക്കണം. നിങ്ങൾ യുദ്ധം കൊണ്ട് നേടുന്നത് എന്താണ് രാമ എന്നാണ് അവസാനത്തെ ചോദ്യം. ഈ ചോദ്യം നമുക്ക് ഇന്ന് ഇസ്രായേലിനോട് ചോദിക്കാം, അമേരിക്കയോട് ചോദിക്കാം, യുദ്ധവെറിയന്മാരായിട്ടുള്ള ഏതൊരു രാഷ്ട്രത്തിലൂടെ നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം, ഒരു നങ്ങ്യാര് ഒരു പ്രാചീന കലാരൂപത്തിൻ്റെ കോസ്റ്റ്യൂമിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഈ യുദ്ധം കൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്ന രൂപത്തിൽ അവർ വളർന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അർജുനായിട്ടുള്ള പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മുലക്കച്ചയിൽ അർജുൻ്റെ 10 പേരുകൾ കൊത്തിവെച്ചിട്ടുള്ളൊരു ഗാത്രിക നഷ്ടപ്പെട്ടു പോയി. ആ ഗായത്രിക അന്വേഷിച്ചിട്ട് തൻ്റെ തോഴിയായിട്ട് കൽപ്പലതികയെ സുഭദ്ര പറഞ്ഞേക്കുകയാണ്. ഈ കൽപ്പലതിക പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ജന്മം മുതൽ ഇവർ തമ്മിലുള്ള പ്രണയം വരെയുള്ള കാര്യം ആലോചിക്കുന്ന ഒരു കൊച്ചേട്ടം മാത്രമാണ് ചരിത്രത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കണം. അതവർ വലുതാക്കിയിട്ട് അരങ്ങിലെ അഭിനേത്രിമാരെ എവിടെ എത്തിച്ചു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊരു തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കണം. ഉഷയോട് കൂടിയിട്ട് അത് അവസാനിക്കില്ല, തുടർച്ചയാണ്. 2012 ബിനാലയുടെ വേദിയിൽ ഉഷാഹല്യ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സുമംഗലയുടെ പഞ്ചകന്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ അതിൽ അഹല്യയുടെ ഉഷയുടെ ഉഷാന് പേര് കൊടുത്തിട്ടുള്ള തന്നെ അഹല്യ വിമോചനം എന്നാണ്. ഉഷയുടെ ഒരു സ്ട്രക്ചറൽ ഇമ്പോസിഷനിൽ നിന്നുകൊണ്ട് ഉഷ അതിവിപ്ലവങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ അരങ്ങ് കാണിക്കുക എന്നുള്ളതാണ് ഉഷയുടെ ഈ ജന്മത്തെ ദൗത്യം. അത് ഉഷ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം അത് ചെയ്യണമെന്ന് ഞാനടക്കം ശകാരിക്കാറുണ്ട്. അതല്ല, ഓരോരുത്തർക്കും അവനവന് പറ്റുന്നത് അവനവന് കംഫർട്ടബിളായിട്ട് ചെയ്യുക എന്നുള്ളതും ബാക്കി തുടർച്ചയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സുമംഗലയുടെ പഞ്ചകന്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലത്തെ അഹല്യ വേറൊരു തരത്തിലാണ്. ഇപ്പോൾ ഉഷയുടെ അഹല്യ ശാപമോക്ഷം കിട്ടി എല്ലാവരും വന്ദിച്ച് പതുക്കെ അടുത്ത ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് സുമംഗലയുടെ പഞ്ചകന്യ വ്യത്യാസമുണ്ട്. ഈ കല്ലിൽ നിന്ന് ശീലയിൽ നിന്ന് ഇങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഉണ്ട്. വിശ്വാമിത്രനുണ്ട്, ശ്രീരാമുണ്ട്, ഗൗതമൻ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാമിത്രന് ഒരു പൊട്ടത്തരം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ഒരു യുഗം കല്ലായി കിടന്നൊരു പെണ്ണ് ഒന്നും മിണ്ടിയിട്ടില്ല. അവരാണ് വായ തുറക്കുന്നുള്ളത്. വിശ്വാമിത്രനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പോയി. കാരണം അവർക്കറിയില്ല, ഒരു കൊല്ലം മുഴുവൻ ഒരു പെണ്ണ് മിണ്ടാതിരിക്കുമ്പോൾ അവളും മൗനം ഭജിക്കുകയല്ല, അവളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഹല്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ 1000 കൊല്ലത്തിനപ്പുറത്തുള്ള ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു പോലും പറയാവുന്ന അത്രയും രൂപത്തിൽ അവനവനോട് ചോദിച്ച് അവനവനെ മതിച്ച് ഒരു സ്ഫുടീകരിച്ച് നിൽക്കുന്ന സമയത്ത് വിശ്വാമിത്രൻ പറയാണ്, ഭവതി ഒരു തെറ്റ് ചെയ്തു, അതിന് തന്ന ശിക്ഷ അല്പം കടുത്തുപോയി എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ സ്ത്രീകൾക്ക് ഭൂഷണം ക്ഷമയല്ലേ, ഭവതി ഒരു സ്ത്രീയല്ലേ, ക്ഷമിച്ചുകൂടെ? അപ്പോൾ അഹല്യ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങേക്ക് കരുത്ത് തന്നിട്ടുണ്ടെങ്കിൽ, പുരുഷവർഗത്തിന് കരുത്ത് തന്നിട്ടുണ്ടെങ്കിൽ പ്രസവിക്കാനുള്ള കരുത്ത് തന്നത് ഞങ്ങൾക്കാണ്. അതിൻ്റെ അർത്ഥം നമ്മളെ തുല്യമായിട്ടാണ് പ്രകൃതി സൃഷ്ടിച്ചെന്നുള്ളതാണ്. പിന്നെ അങ്ങ് പറഞ്ഞ ക്ഷമ അത് പുരുഷപക്ഷത്തിനുമാവുമല്ലോ. അങ്ങ് വേറൊന്ന് ആലോചിച്ചോ, എൻ്റെ ഒപ്പം അതേപോലെ അതേ തെറ്റ് ചെയ്ത ദേവേന്ദ്രന് ആ ശാപം അനുഗ്രഹമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് കിട്ടിയ ശാപം അദ്ദേഹം സൗന്ദര്യമായിട്ട് ജീവിതം മുഴുവൻ കൊട്ടി കൊഴിച്ച് നടക്കുന്ന സമയത്ത് ഞാനിവിടെ കല്ലായിട്ട് വെയിലും മഞ്ഞും മഴയും കൊണ്ട് കിടക്കുകയാണെന്നുള്ള അങ്ങ് ആലോചിച്ചു. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ 2 ഓപ്ഷൻ പറയാം. ഒന്നുകിൽ ഞാൻ എൻ്റെ അച്ഛനായുള്ള ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോകും, അതല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിട്ടുള്ള ഈ സാക്ഷാൽ മഹർഷി അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകണം, തപസ് ചെയ്യണം, ഈ ആശ്രമം എനിക്ക് വിട്ടു തരണം. വിശ്വാമിത്രനൊന്നും പറയാണ്ടായിരുന്നില്ല. അവസാനം ഗൗതമൻ ഈ കമണ്ടലും, അതാണല്ലോ അവരുടെ രാഷ്ട്രീയ ചിഹ്നം, കമണ്ടലും അല്ല യോഗദണ്ഡും കമണ്ടലും എടുത്തിട്ട് ഹിമാലയത്തിലേക്ക് നടന്നു പോകുന്ന ഒരു രംഗമാണ് സുമംഗല വരച്ചു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അഹല്യ തൻ്റെ ആശ്രമത്തിലേക്ക് ഒരു തിരിച്ചിലുണ്ട്. പാട്രിയാർക്ക് ഇല്ലാത്ത തൻ്റെ ആശ്രമം, തനിക്ക് മാത്രം അവകാശപ്പെട്ട തൻ്റെ ആശ്രമം, ആണധികാരമില്ലാത്ത തൻ്റെ ആശ്രമത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു അഹല്യ മനോഹരമായിട്ട് സുമംഗല വരച്ചിട്ടുണ്ട്. താൻ അന്ന് നനച്ചുപോയ ചെടികളൊക്കെ അതുപോലെ നിൽക്കുകയാണ്, ഇനിയും വീണ്ടും നനയ്ക്കുന്നതും കാത്ത്. ഒറ്റ ചെടി പോലും വാടിയിട്ടില്ല, ഒരു ഇല പോലും പൊഴിച്ചിട്ടില്ല മരങ്ങൾ. കാരണം അഹല്യ വരുമ്പോൾ പണിയുണ്ടാക്കരുത് വിചാരിച്ചിട്ട്. അത്തരത്തിലുള്ള ആട്ടങ്ങൾ ഇനി അഹല്യ അതിന് എന്തുമാത്രം തുടർച്ച ഉണ്ടാക്കുന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വരും കാലത്ത് അഹല്യയുടെ ആട്ടങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് കൂടിയാട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സാധ്യത എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നഗരത്തിൽ താര അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം ദിലീപ് സാറോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ സബ് ടൈറ്റിൽ പോലെ എഴുതി കാണിച്ചു, ആരായിരുന്നാലും കിഷ്കിന്ധയിൽ
അവിടെയുള്ള രാജാവിൻ്റെ ഭാര്യയാവുക എന്നുള്ളതാണ് കിഷ്കിന്ധയിലെ റൂൾ എന്ന് KG പൗലോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി. അപ്പോൾ അത് വേറൊരു തരത്തിൽ ഭയങ്കര റിവോൾട്ട് ഉണ്ടാക്കി. കാരണം അതുവരെ ഇങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെ ഈ താരയുടെ ആട്ടം കണ്ടിരുന്ന ആളുകൾ ഇതൊരു പരിഹസിക്കുക എന്നുള്ള ഛായലും അല്ല എന്നുള്ള ഛായലും ഒക്കെ പ്രതികരിച്ചു. പക്ഷേ അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. കാരണം കിഷ്കിന്ധയിലെ നിയമം അങ്ങനെയാണ്, അത് മാതൃദായക്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യത്തെ ഭാര്യ മരിച്ചു എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, ഭാര്യ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് സുഗ്രീവൻ്റെ ഭാര്യയാവുന്നത്. ഇതല്ല, ഭർത്താവിനെ കൊന്നിട്ടുള്ള ഘാതകൻ്റെ കൂടെ ഇനി ജീവിതവും മനസ്സും ശരീരവും പങ്കുവയ്ക്കാനുള്ള ഒരു നിയോഗം എന്ന് ആലോചിച്ച് നോക്കണം. അത് സ്ത്രീവാദ ചരിത്രത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതും ആടേണ്ടതുമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാമായണത്തിലും ഈ സംഗതി വരുന്നുണ്ട്. ലങ്കയിൽ രാവണൻ്റെ മരണത്തിൻ്റെ ശേഷം വിഭീഷണൻ്റെ ഭാര്യയാണ് മണ്ഡോദരി ചെയ്യുന്നത്. ഇത് പിന്നെ സഹിക്കാം, അത് ആരെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുലംകുത്തിയായിട്ടുള്ള വിഭീഷണൻ്റെ ഭാര്യയാവണം എന്നുള്ളതാണ് ജീവിതം പങ്കുവയ്ക്കുന്നത്. തൻ്റെ ഭർത്താവായിട്ടുള്ള ഒരു തെറ്റും രണ്ടാമതൊരു വരുന്നതാണെങ്കിൽ തനിക്ക് പറയാനില്ലാതിരുന്ന രാവണൻ്റെ ഘാതകനായിട്ടുള്ള സഹോദരൻ, ഭാതൃ സഹോദരൻ കൂടിയായിട്ടുള്ള വിഭീഷണൻ്റെ ഭാര്യയാവുന്നുള്ളത്. കാരണം അവിടെ മണ്ഡോദരിയുടെ മക്കൾക്ക് രാജാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിഭീഷണനെ ആണ് വിവാഹം കഴിച്ചത് എന്നുള്ള ഒരു സംഗതിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആട്ടങ്ങളൊക്കെ ഇനി ഇതിലും പ്രമേയപരമായിട്ട് കലർപ്പുകളിലൂടെ രംഗത്ത് വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ എല്ലാ ആട്ടങ്ങളും സ്ത്രീകൾ മാത്രം ആടിയിട്ടുള്ള ആട്ടങ്ങളാണ്. ഇത്തരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തികൾ ഇത്തരം പൊള്ളുന്ന വിഷയങ്ങൾ അഭിനേത്രിമാർ മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഓർക്കണം. കാരണം പുരുഷന്മാർക്ക് തിരഞ്ഞെടുക്കാൻ ഒരു പ്രമേയമില്ല. അതിൻ്റെ ലളിതമായിട്ടുള്ള കാരണം അവർ ചരിത്രത്തിൽ ഒരു തരത്തും നിരസിക്കപ്പെട്ടിട്ടില്ല, ഒരു സ്ഥലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല, ഒരു സ്ഥലത്തും തമസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നും വേട്ടക്കാരൻ്റെ പക്ഷത്തായിരുന്നു പുരുഷൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയവും മുന്നോട്ട് വയ്ക്കാൻ ഇന്ന് കൂടിയാട്ടത്തിൽ പോലും ഇല്ലാതെ പോയത് എന്ന് കൂടി ഞാൻ പറയുകയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അവരുടെ കഥാസന്ദർഭങ്ങളെ, ഫോക്ലോറിൻ്റെ മുഹൂർത്തങ്ങളെ പ്രശ്നവൽക്കരിക്കാനും അതിനെ രാഷ്ട്രീയ സമസ്യയായിട്ട് മുന്നോട്ട് വയ്ക്കാനും അതുവഴി ഒരു സജീവ ചർച്ചയ്ക്ക് വേദി ഒരുക്കാനും കൂടിയാട്ടത്തിൽ അഭിനേത്രിമാർക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുരോഗമന പ്രസ്ഥാനം കൂടി പറയാനുള്ളത്, കൂടിയാട്ടം പറയുന്നത് അല്ലെങ്കിൽ കഥകളി എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ കലയായിട്ട് തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ സാമൂഹ്യ ചരിത്രത്തിനോട്, പുരോഗമന സാമൂഹ്യ ചരിത്രത്തിനോട് ചേർത്ത് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം കൂടി നവോത്ഥാന പുരോഗമന സാഹിത്യ കലാപ്രവർത്തകർ കാണിക്കണം എന്നും കൂടി പറയുകയാണ്. ഞാൻ ഇന്നുവരെ 100,000 വേദികളിൽ പോയിട്ടുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 100,000 വേദികളുണ്ട്. മുണ്ടശ്ശേരി മാഷത്തെ സ്റ്റോള് കണ്ടിട്ടുണ്ട്, സുമാർ അഴീക്കോട് മാഷത്തെ സ്റ്റോള് കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ പൈങ്കുളം രാമച്ചാക്യാരുടെയോ ചവറപ്പാരോട്ടി ചേച്ചിയുടെയോ ഒരൊറ്റ കമാനം പോലും, ഒറ്റ കവാടം പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ ശാസ്ത്രീയ കലകളും അതിൻ്റെ ചെറുത്തുനിൽപ്പും പ്രസക്തമാവുന്നത് എന്നുകൂടി ഞാൻ പറയുകയാണ്. കാരണം ഇത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ കൃഷ്ണാട്ടം എന്ന് പറയുന്ന കഥ 365 ദിവസം ഗുരുവായൂർ കളി നടക്കുന്നുണ്ട്. പക്ഷെ അത് അവിടുത്തെ വഴിപാടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രഭ ഫോട്ടോ എടുക്കുന്നുണ്ട്. 3 കൊല്ലമായിട്ട് എൻ്റെ ഒറ്റ നല്ല ഫോട്ടോ എനിക്ക് അയാൾ എടുത്തു തന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അയാളുടെ പോയി ഒരു കംസോദം ഒരു കഥ എടുത്ത് കഴിഞ്ഞാൽ അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവും എന്നുള്ളതാണ്. കുട്ടികളില്ലെങ്കിൽ അവിടെ പോയിട്ട് സന്താനോപാലം കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫലത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ തക്കതായിട്ടുള്ള ഫലസ്ഥിതിക്കുള്ള ഒരു വഴിപാടായിട്ട് കൃഷ്ണാട്ടം മാറി എന്നുള്ളതാണ്. കഥകളിക്ക് രാമനാട്ടത്തിന് മുമ്പുണ്ടായ കഥ രൂപമാണെന്ന് ആലോചിച്ച് നോക്കണം. നങ്ങ്യാർകൂത്തുകാർക്ക് അർജുനായിട്ടുള്ള പ്രണയം വരെ ആടാനുള്ള സ്കോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സ്വർഗാരോഹണം വരെ ആടാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിട്ട് അവിടുത്തെ വഴിപാടാണ്. നമുക്ക് ഇത്തരത്തിലുള്ള PIFൻ്റെ ഒരു വേദിയിൽ കൃഷ്ണാട്ടം വിളിച്ചൊരു ചർച്ചയ്ക്ക് വെക്കണമെന്ന് വെച്ചാൽ അത് പറ്റില്ല. കാരണം ദേവസ്വത്തിൻ്റെ പാറ്റേൺ റൈറ്റാണ്. എങ്ങനെയാണ് ഒരു കലാരൂപത്തിന് ഇങ്ങനെ പാറ്റൻ്റ് എടുത്തിട്ട് സ്വന്തമാക്കി വെക്കാൻ പറ്റുക എന്നുള്ളത് ഈ മാറി മാറി വരുന്ന ഓരോ ഭരണകൂടങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്. അതിൽ അനുഷ്ഠാനത്തിൻ്റെ ഒരു അംശമില്ല. അനുഷ്ഠാനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ക്ഷേത്രത്തിനോട് ചേർത്ത് വെച്ചിട്ടെ. പക്ഷേ എങ്ങനെയാണ് കൃഷ്ണാട്ടം എന്ന് പറയുന്ന ഒരു കല സമൂഹത്തിന് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് വെക്കേണ്ടത് എന്ന് പറയാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അനീതികളെ ചെറുക്കേണ്ട ഒരു ബാധ്യത കൂടി ഭരണകൂടത്തിനുണ്ടെന്നും കല സമൂഹത്തിൻ്റെതാണ് എന്നും സംവാദത്തിന് വേദി ഒരുക്കേണ്ടതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള മുൻകൈ എടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് ആ കൃഷ്ണാട്ടത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചവിട്ട് നാടകം. കടലാണ് ക്രിയോളുകളുടെ ഏറ്റവും വലിയ സാംസ്കാരിക ചിഹ്നമായിട്ട് പറയുന്നത്. കടലിൽ കൂടിയാണ് സംസ്കാരം ഇങ്ങോട്ട് വന്നത്. കടലിൻ്റെ വാണിജ്യ പാതകളിൽ കൂടി കടന്നു വന്ന കല, കച്ചവടം, സംസ്കാരം, അധിനിവേശം, അതാണ് പുറം ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിച്ചത്, നന്മയായിട്ടും തിന്മയായിട്ടും എന്ന് നമുക്കറിയാം. വാസ്കോ ഡ ഗാമ വന്നു. അപ്പോൾ കടലിനെ അന്നമായിട്ട് കരുതിയിരുന്ന ഒരു ജനം കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്നു. മത്സ്യം പിടിച്ച് അവിടെ ജീവിച്ച് കടലിനെ മാത്രം ആശ്രയിച്ച് പുലർന്നു പോന്നിരുന്ന
മുക്കുവരടങ്ങുന്ന കടലോരത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത, അവരുടെ കഥയായിട്ടാണ് നമ്മൾ ചവിട്ടുനാടകം, അവരുടെ കലാരൂപമായിട്ടാണ് ചവിട്ടുനാടകം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പെരുവനം പോലുള്ള സവർണ കലാരൂപങ്ങൾ, ശാസ്ത്രീയ കലാരൂപങ്ങൾ മാത്രം കണ്ട് പരിശീലിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ചവിട്ടുകാടൻ പോലുള്ളൊരു കലാരൂപം കാണണം. PF-ൻ്റെ ആദ്യത്തെ എഡിഷനിൽ നമ്മളത് കാണിച്ചു. കാരണം അതിന് നമ്മളേതല്ലാത്ത കണ്ണീരിൻ്റെ നിരവധി കഥകൾ പറയാനുണ്ട്. അതായത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ ചക്രവർത്തിയായിട്ടുള്ള ചാർലി മെയിൻ എന്ന് പറയുന്ന ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ കഥയാണ് ഇവർ ഒരു കഥാതന്തുവായിട്ട് ഇത്തരത്തിലുള്ള വാണിജ്യ പാതകളിൽ കൂടി നമ്മുടെ തീരദേശത്തെത്തുന്നത്. ആ സമയത്ത് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഏതോ ഒരു തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കാരൻ ഒരു അണ്ണാവി അത് കണ്ടെടുത്തു. ഇവർ തമ്മിൽ മിക്സ്ഡറായി കേരളത്തിലെ താളപദ്ധതികൾ അതിനോട് ചേർത്ത് വെച്ചു. മൂന്നും കൂടി ചേർത്ത് വെച്ചപ്പോൾ യൂറോപ്പിൻ്റെ മിത്തും സംഗീതനാടക പാരമ്പര്യം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ താളപദ്ധതിയും കൂടി ഇപ്പോൾ ചവിട്ടുനാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് അത് ഇതായി. അപ്പോൾ ഈ കാർൽമാൻ എന്ന് പറയാം, ചാർലി മെയിൻ എന്നൊന്നും അവരുടെ വായിൽ ഒതുങ്ങില്ല. അവർക്ക് ഇത്ര കടുത്ത വാക്കുകൾ പറയാനുള്ളത്. സെയിൻറ്റ് ഫിലോമിന എന്ന് പറയുന്നത് പ്ലമേന എന്നവർ പറയാം. ചാർലി മെയ് എന്ന് പറയുന്നതിന് കാൾ ഉസ്മാൻ എന്നാണ് പറയുക. അവരുടെ വായിൽ ഒതുങ്ങുന്ന വാക്കുകളിലാണ് അവർ പറയുക. അപ്പം ഞാൻ ഈ ഓരോ കലാകാരനോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വേഷം കിട്ടാനാണ് മോഹം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് വേഷം കിട്ടാൻ ആഗ്രഹമുള്ളത് കാർൽസ്മാൻ രാജാവിൻ്റെ വേഷമാണ്. അപ്പം ഞാനത് നിരവധി ഞാൻ ചവിട്ടാടകം സ്ഥിരമായിട്ട് ആ സർക്കിൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ കാർൽസ്മാൻ ഈ യോഗദണ്ഡം പിടിച്ച് ചെങ്കോലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. അതായത് തീരദേശത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത് അവരുടെ നിറഭേദത്തിനോടാണ്. എല്ലാവർക്കും കറുത്ത നിറമാണ്, അവരുടെ സ്ലാങ് വളരെ റോ ആണ്, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരിക്കലും ഗതി പിടിക്കാത്ത ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കണം. അവർ യുദ്ധം ചെയ്യുന്നത് ഇപ്പുറത്ത് നമ്പൂതിരിമാരിൽ നിന്നാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നിലനിൽക്കുമ്പോൾ വീട്ടിലിരുത്തി ചായ പോലും കൊടുക്കാത്ത ഒരു സംസ്കാരത്തോടും ഒരു തിരസ്കരണത്തോടും കൂടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കടലിൽ പോയി മത്സ്യം പിടിച്ച് വരുന്നും കാത്ത് കുടുംബം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലാതെ ഒഴിഞ്ഞ വലിയായിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയും കുട്ടികളും എടുത്തിട്ട് പെരുമാറി പറയാവുന്ന തെറി മാത്രം മുഴുവൻ പറയും. കാരണം ജീവിക്കണ്ടേ, വയറ് പുകയണ്ടേ, തീ പുകയണ്ടേ, വയറ് പൊരിയണ്ടേ. അപ്പോൾ ഒരു ഗതിയില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ പള്ളിമുറ്റത്തൊരു കളി നടക്കുകയാണ്. അത് ചവിട്ട് നാടകമാണ്. അപ്പോൾ ഒരു രാത്രി റോമൻ ചക്രവർത്തിയായിട്ട് കഴിച്ചു കൂട്ടാലോ എന്നുള്ളൊരു സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നങ്ങളിൽ അടുത്ത ദിവസത്തേക്കുള്ള ഇന്ധനം നിറയ്ക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഓരോരുത്തരും ചാർലിമൻ ചക്രവർത്തി ആവാനായിട്ട് കാൾസ്മാനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു പിരിഞ്ഞു പോലുണ്ട്, മംഗളം പാടി പോകുന്നൊരു ഭാഗമുണ്ട്. ഇവർ ഓരോരുത്തരും വന്ന് ആ സമയത്ത് കാല് ശിരസിൻ്റെ മുകളിലെടുത്തിട്ടാണ് ചവിട്ടുക. അങ്ങനെ ചവിട്ടിയിട്ടാണ് അത് പൊളിക്കുക, തട്ട് പൊളിപ്പിച്ചിട്ടാണ് പോവുക എന്നുള്ള. തട്ട് പൊളിപ്പെന്നുള്ള പ്രയോഗം വന്നാൽ അങ്ങനെയാണ്. കാരണം അവർ പൊളിക്കുന്നത് അവരുടെ വേദന ഡിസ്ചാർജ് ചെയ്യാണ്. ചെല്ലുമ്പോഴേക്കും സൂര്യോദിക്കാറായിട്ടുണ്ടാവും, വല പിടിച്ച് പോവാറായിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ നമ്മൾ ഈ നോവുകളുടെ ഒരു ജാനുഷീകരണം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ 1000 നളചരിതത്തിൻ്റെ രാത്രികൾ വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരൊറ്റ ചവിട്ട് നാടകത്തിനോട് ചേർത്ത് വയ്ക്കാനായിട്ട്. അവരുടെ എന്തുകൊണ്ട് അവർക്ക് കല എന്നുള്ളതും എന്തുകൊണ്ടൊരു മനുഷ്യന് നളചരിതം കഥകളി എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കലർപ്പുകളുടെ ഞാൻ പറയുന്നതിൻ്റെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാനുള്ളത്. അപ്പോൾ ഈ തീരദേശത്തെ ജനതയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ TN കൃഷിയാണ്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം പാടുന്നുണ്ട്. അപ്പോൾ ഒരു ഓൽക്കുട്ട് കുപ്പം എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മദുരാശി നഗരത്തിനേക്കാൾ പ്രാചീനതയുള്ളൊരു ഗ്രാമമാണ് അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അവിടെ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ട് കൂത്ത്, വില്ലുപാട്ട്, പറയാട്ടം കംപ്ലീറ്റ് അദ്ദേഹം തന്നെ അവിടെ പോയി പാടും. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അവിടെ ശാസ്ത്രീയ പരിപാടികൾ അവതരിപ്പിക്കും. അങ്ങനെ ആ ഗ്രാമീണർ ഒത്തുചേർന്ന് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഗ്രാമോത്സവം എന്ന് പറയുന്നത് അവർ പറയുന്ന തമ്മിൽ വളരെ അതിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ അതൊരു 10,000 ആൾ പങ്കെടുക്കുന്ന ഒരു ഗ്രാമോത്സവമാണ്. പോലീസുകാർ അവിടെ വരാറില്ല, അത്ര ഇതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജയമോഹൻ കയറിയിട്ട് ഈ ഉത്സവത്തിനെ പുച്ഛിച്ചിട്ട് TT എന്തോ അതിൽ കാര്യമായിട്ട് എഴുതിച്ചു. അയാൾ വലിയ റീച്ചുള്ള ഒരാളാണ് ജയമോഹൻ. അതായത് ചേരിപ്പിള്ളർക്കിടയിലെ കർണാടക കച്ചേരി ഒരു പ്രഹസനമാണ്. ഇവർക്ക് കല എന്താ അറിയാമോ, ഒന്നാളങ്ങോട്ട് ബ്രേക്കില്ലാതെ എഴുതി. അതിൽ ആ ഗ്രാമത്തിലെ പിള്ളേരൊക്കെ കൂടിയിട്ട് എഴുതിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ജയമോഹൻ സാർ ചേരി എന്ന് പറയില്ല സാർ,
കാരണം ചേരി എന്ന വാക്ക് ചില സ്ഥിരം ധാരണകൾ ധ്വനിപ്പിക്കുന്നു. അതിൽ ഹിംസയുണ്ട്, അക്രമമുണ്ട്, നിയമലംഘനമുണ്ട്, അരക്ഷ്യാവസ്ഥയുണ്ട്. നമ്മൾ ചേരി പിള്ളേരെന്ന് പറഞ്ഞാൽ തല്ലും വക്കാണോ എന്ന് പറയുന്ന ഒരു പൂർവ്വ ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ചേരി എന്ന് വിളിക്കില്ല സാർ എന്നാണ് ആദ്യത്തെ അപേക്ഷ. പിന്നെ പറയുന്നത് ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അന്നം തേടുന്ന ഒരു പഴയ തൊഴിലാളി ഗ്രാമമാണ് സാർ. അത് അധ്വാനം കൊണ്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാണ്ട് മറ്റ് എന്താ പറയുക ഉപരിപ്ലവമായിട്ടുള്ള സംസ്കൃതി കൊണ്ടല്ല എന്നർത്ഥം. പിന്നെ മൂന്നാമത്, ചെന്നൈ നഗരത്തിനേക്കാൾ പഴക്കമുണ്ട് സാർ ഞങ്ങളുടെ ഈ ഗ്രാമത്തിന്. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ കല തൊട്ട് തീണ്ടാത്തവരല്ല സാർ. കൂറ്റൻ തിരമാലകൾക്ക് മുന്നിൽ ഞങ്ങളുടെ ആളുകൾ കൊതുമ്പ് വെള്ളങ്ങളിൽ ഒരു നർത്തകൻ്റെ മെയ്വഴക്കത്തോടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന അങ്ങ് കണ്ടിട്ടുണ്ടോ സാർ? അതാണ് ഞങ്ങളുടെ കല. ഞങ്ങളുടെ സ്ത്രീകൾ മുറ്റത്തിടുന്ന കോലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സാർ. അലങ്കാര ഭംഗിയില്ലാതെ വാരി വലിച്ചിടുന്ന കോലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സാർ. അതാണ് ഞങ്ങളുടെ കല. ഞങ്ങളുടെ വള്ളങ്ങളിൽ പഴയ ബ്രഷ് ഉപയോഗിച്ച് നിറക്കൂട്ടിൽ വരയ്ക്കാറുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സാർ. അതാണ് ഞങ്ങളുടെ കല എന്ന് പറയുന്നത്. ഞങ്ങളുടെ മുഖ്യ വേദിയുടെ പിന്നിലൊരു ബാക്ക്ഡ്രോപ്പ് കണ്ടു, അത് ചങ്ങാടമാണ് സാർ. ഞങ്ങളുടെ വംശീയ പ്രൗഢിയാണ് സാർ. അങ്ങ് പറഞ്ഞ പോലെ അവിശ്വാസവും അശുഭാപ്തി വിശ്വാസവും മറ്റേതൊരു ജനതയെപ്പോലെയും ഞങ്ങൾക്കുമുണ്ട് സാർ. നാളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഉറപ്പ് തരാനൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാം ഉണ്ടാവും. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഞങ്ങളുടെ ഉള്ളിൽ കനലെരിയുന്നത് 100 സിംഹാസനങ്ങൾ എഴുതിയ എഴുത്തുകാരനായ അങ്ങ് എന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ട് സാർ. ഇത്തരം കലാനുഭവങ്ങളാണ് സാർ ഞങ്ങളുടെ നെഞ്ചിലെ തീയണയ്ക്കുന്നത്. അവിശ്വാസവും അശുഭാപ്തി വിശ്വാസവും എല്ലാം മാറ്റി സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതും സ്വപ്നത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കുന്നതും ഇതാണ് സാർ. ആർക്കും ഒരു ഛേദവുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ സാർ. കഴിയുമെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരൂ എന്നാണ് ഒരു ടൈറ്റിൽ കുറിച്ച് ആ സംഭാഷണം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കലയുടെ കലപ്പുകൾ ആ ഗ്രാമത്തിനെ എങ്ങനെ ഏറ്റുവാങ്ങിയതാണ്. ടി എൻ ക്ഷേടാദർശനത്തിനോട് നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. ഉസ്താദ് സാക്കിർ ഹുസൈൻ അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എങ്ങനെയാണ് ആ ഘരാന ഒരു ക്രിയോളായി മാറിയെന്ന് പറയാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനത് ചുരുക്കുകയാണ്. അത് മുഴുവൻ ചിലപ്പോൾ നമുക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. അത്രയും വൈകാരികമായിട്ടുള്ള ബന്ധം ഈ ഗ്രാമമായിട്ട് സക്കീർ ഹുസൈനുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പെരുവനം ഗ്രാമത്തിൻ്റെ വേദിയിൽ വന്നിരുന്ന് CNN വേദിയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം തബല വായിക്കുകയാണ്. അദ്ദേഹം വായിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തും അദ്ദേഹം നിർത്തുന്നുണ്ട്. നിർത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് കറാച്ചിക്കത്ത്. കറാച്ചിക്കത്ത് എന്ന് പറയുന്നത് കറാച്ചിയിലെ നിർദ്ധനായിട്ടുള്ള ഒരു അച്ഛൻ മകൾക്ക് സ്ത്രീധനം കൊടുക്കാനില്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വായ്ത്താരി മാത്രമേ ഉള്ളൂ, ഇതാണ് സ്ത്രീധനമായിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും വായിക്കും. അങ്ങനെ വായിച്ച് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയും, ദേശം രണ്ടായി, ഭൂമി പങ്കുവെച്ചു, മനുഷ്യരെ പങ്കുവെച്ചു, പക്ഷേ ഇത് അവിടെ തന്നെ നിലനിന്നു. ഇത് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു. നമ്മൾ പവിത്രമാഷൊക്കെ പറയാറുള്ള പോലെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായാലും അതിർത്തിയുള്ള പശുക്കൾക്ക് അറിയില്ലല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് മേഞ്ഞ് പുല്ല് നിന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു, മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് സഞ്ചരിച്ചു, തബലയിൽ നിന്നും തബലയിലേക്ക് സഞ്ചരിച്ചു. ഇന്നിതാ എന്നിലെത്തി, എൻ്റെ തബലയിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിലും എന്ന് പറഞ്ഞിട്ടാണ് കറാച്ചിക്കത്ത് അവസാനിപ്പിക്കുക. കറാച്ചിക്കത്തിൻ്റെ ശാസ്ത്രീയതയല്ല, എങ്ങനെയാണത് മനുഷ്യൻ്റെ നോവ് ഏറ്റുവാങ്ങുന്നത്, മനുഷ്യൻ്റെ എങ്ങനെ പ്രത്യേകമാവുന്നു എന്ന് പറയുന്നിടത്താണ് കലയുടെ ക്രയോളിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വായ്ത്താരി പറഞ്ഞ് കേട്ടാൽ ആ കല മനുഷ്യനായിട്ട് സംസാരിക്കില്ല. അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലവും അതിലെവിടെയൊക്കെ മനുഷ്യൻ്റെ കണ്ണീരും വേദനയും പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമാണ് അത് നമ്മുടേതാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സക്കീർ ഹുസൈൻ മഹാനാവുന്നതെന്നുള്ളതാണ്. ഇവിടുത്തെ ചെണ്ട പെരുവനത്തിൻ്റേതാണ് ചെണ്ട. പെരുവനത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പെരുവനത്തിൻ്റേതാണ് ചെണ്ട എന്ന് പറയുന്ന വാദ്യം. ഇവിടുത്തെ കഴിഞ്ഞു പോകുമ്പോൾ മട്ടന്നൂർ ആശാനെയും അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അള്ളാരേഖയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് മട്ടന്നൂർ ആശാനെ ഇവിടെ വെച്ച് പെരുവനത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെരുവനം സന്ദർശനത്തിന് വേണ്ടി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ചെണ്ടയും തബലയും ചേർത്ത് വെച്ചൊരു തായമ്പക പോലെയുള്ള ഒരു ജുഗൽബന്ദി അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ നടന്ന് ലോസ് ഏഞ്ചൽസ് തൊട്ട് ന്യൂയോർക്ക് വരെയുള്ള ഓരോ സ്ഥലത്തും 19 സ്ഥലത്ത് അദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചു. അദ്ദേഹം ഈ പരിപാടി അവതരിപ്പിച്ച് അദ്ദേഹം പറയും, നോക്കൂ, ഇത് ഏറ്റവും വലിയ രൗദ്രവാദ്യം, 18 വാദ്യങ്ങളും ഇതിൻ്റെ താഴെയാണെന്നാണ് പറയുക. മനസ്സിലായ? എൻ്റെ വാദ്യം അത് ഏറ്റവും മൃദുവായിട്ടുള്ളത്. ഞങ്ങൾക്ക് രൗദ്രതയും മൃദുത്വവും തമ്മിൽ പ്രണയിക്കാനാവും, അത് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് എല്ലാ സ്ഥലത്തും എത്തി എന്നുള്ളതാണ് അത് വലിയൊരു കാര്യം. അത് നമുക്കത് മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അദ്ദേഹം ലോകത്തിൽ ഒരു വാദ്യമായിട്ടും കലരാതിരുന്നിട്ടില്ല. പഞ്ചാബ് ഖനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം.
പഞ്ചാബ് ഖരാനയ്ക്കും വേറൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ജനവാതിലുകളും തുറന്നിടുന്ന ഒരു ഖരാനയാണ്. ഒന്നിനും നിയന്ത്രണങ്ങളില്ല. ഏത് നല്ല വെളിച്ചവും വരാം, പക്ഷെ ഒരു ഭിത്തി ഇടിച്ച് പൊളിക്കാറില്ല പ്രകാശം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഞ്ചാബ് ഖരാനയിൽ വരുന്ന പഞ്ചാബ് ഖരാനയിലെ ഏറ്റവും വലിയ സ്വാധീനം പക്കവാജാണ്. പക്കവാജ് എന്ന് പറയുന്നത് ധ്രുപത്തിൻ്റെ അനുധാവന വാദ്യമാണ് പക്കവാജ് എന്ന് പറയുന്നത്. ധ്രുപദുണ്ടായി വന്നത് ദക്ഷിണ ഏഷ്യയിലാണ് ധ്രുപത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, ടിബറ്റ് തുടങ്ങി ഈ അറ്റം വരെ ഉള്ള എല്ലാ സംസ്കൃതികളെയും സ്വാംശീകരിക്കുന്ന വലിയൊരു കാലത്തിൻ്റെ പാരമ്പര്യമുള്ളതാണ് ധ്രുപത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചാണ് പക്കവാജ്. അതുകൊണ്ടാണ് പക്കവാജിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത്രയും തുറന്നിടാൻ കഴിവുള്ളൊരു പഞ്ചാബ് ഖരാനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏത് വാദ്യങ്ങളായിട്ടും അദ്ദേഹത്തിന് കൂടിച്ചേരാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ, ഹിന്ദുസ്ഥാനി വാദ്യോപകരണത്തിൽ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയാവുന്നത് എല്ലാ വാദ്യോപകരണങ്ങളും ഒന്നാണെന്നും എല്ലാം ഒരേ മനുഷ്യരുടെ നെഞ്ചിടിപ്പാണെന്നും തിരിച്ചറിയുകയും അത് തൻ്റെ കലയിലേക്ക് പരാവർത്തനം ചെയ്യാനും അദ്ദേഹത്തിന് പറ്റി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അദ്ദേഹം മഹാനാവുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു നിമിഷം കൂടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഓർക്കാൻ വേണ്ടി ഒരു നിമിഷം കൂടി ജീവിതത്തിൽ മാറ്റിവെക്കുകയാണ്. പിന്നെ ഇത് പെരുവനം ഗ്രാമത്തിലുള്ളൊരു പഴയൊരു ഓർമ്മയാണ്. ഈ കുഞ്ഞിരാമൻ നായർ ഭക്തകവി എന്ന് വിളിച്ചിരുന്നു പണ്ട്. അതിലിപ്പോഴും വിളിക്കുന്നു തോന്നുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഈ ക്ഷുഭിത യൗവനത്തിൽ നമ്മുടെയൊക്കെ ഒരു മാതൃകയാണ്. അന്നൊക്കെയാണെങ്കിൽ ഈ ഒ വി വിജയൻ്റെ ഈ അസ്തിത്വവാദവും മൂന്നിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് ആകെ വശം കെട്ട് നടക്കുന്ന ഒരു കാലമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം കേട്ടോ. ആ കാലഘട്ടത്തിൽ കുഞ്ഞിരാമൻ നായരെ ഭക്തകവി എന്ന് വിളിക്കുന്ന എല്ലാവരോടും നമുക്ക് ദേഷ്യമായിരുന്നു. അപ്പോൾ എന്നിട്ട് അന്ന് നമ്മൾ ഭയങ്കര രോഷത്തോടു കൂടി പറഞ്ഞിരുന്നൊരു സംഗതി ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുത്തിയ ഒരു അനുഭവം ഞാൻ പറയാൻ കേട്ടോ. ഈ 89 ഇവിടെ ചേർപ്പിലൊരു കഥകളി ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ കഥകളി ക്ലബിന് ഒരു സോവനീർ വേണം. അപ്പോൾ ഈ സോവനീറിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുണ്ണി മാഷെ പോയി കണ്ടു. അപ്പോൾ ഈ കുഞ്ഞുണ്ണി മാഷത്തെ കവിത തടഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കവിത വേണ്ട മാഷെ, വേറെ എന്തെങ്കിലും തരും മാഷെ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതെനിക്കറിയാം, ഇത്തിരി കൂടുതലായി എന്നറിയാം, അപ്പോൾ അതിൻ്റെ മിമിക്രി നടക്കുന്നുണ്ട്, ഞാൻ വേറൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ലേഖനം എടുത്തു തന്നു. പറന്ന് നടക്കുന്ന പർവ്വതം എന്നാണ് ലേഖനത്തിൻ്റെ പേര്. കുഞ്ഞിരാമൻ നായരെ പറ്റിയുള്ളതാണ്. അദ്ദേഹം കോഴിക്കോട് ശ്രീരാമകൃഷ്ണൻ സ്കൂളിൽ നിന്ന് രാത്രി ഗുരുവായൂർ വന്ന് വണ്ടി ഇറങ്ങുകയാണ്. രാത്രി 2 മണിയായിരത്തി ലാസ്റ്റ് വണ്ടിയാണ്. ഇനി എവിടേക്കും പോകാൻ വഴിയില്ല. ഇറങ്ങി വരുമ്പോൾ കുഞ്ഞിരാമൻ നായർ അരയിൽ 2 മുണ്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വരൂ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷനെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു 6 അടിയും എനിക്കൊരു 3 അടിയും പോക്കുള്ള 2 ആളുകൾ അങ്ങനെ പോവുകയാണ്, അമ്പലത്തിൻ്റെ അവിടേക്കാനും പോവുകയാണ്. അങ്ങനെ 8 അണ കൊടുത്ത് അവിടുത്തെ ഒരു ചായക്കടയിൽ തട്ടുകടയുണ്ടല്ലോ, അവിടെ ഒരു 8 അണയെ കൊടുത്തു. അന്നത്തെ 8 അണ വലിയൊരു പൈസയാണ് കേട്ടോ. അതങ്ങോട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം മേടിച്ചിട്ട് കുഞ്ഞുണ്ണി മാഷെ അങ്ങോട്ട് കുളിപ്പിച്ചു. അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നട തുറന്നു. അവിടെ കൊണ്ടുപോയിട്ട് കവിത പാടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നുറുങ്ങുമ്പോൾ എല്ലാവരും മുഴുവൻ പാടാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പപ്പടം, പരത്തി പറഞ്ഞാൽ പറപ്പിടകം എന്നൊക്കെ പറഞ്ഞ് ഊരാൻ നോക്കി. അത് പറ്റില്ല പറഞ്ഞു. മുഴുവൻ അങ്ങോട്ട് ചെല്ലിച്ചു. അവിടെ നിർത്തി അമ്പലത്തിനകത്ത് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ വെണ്ണ കൊടുത്തു. ഒരു മാമ്പഴത്തിൻ്റെ വലിപ്പമുള്ള വെണ്ണ എന്നാണ് കുഞ്ഞിന് മാഷ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നെല്ലിക്കയുടെ അത്രയും എനിക്ക് തന്നിട്ട് മാമ്പഴം അദ്ദേഹത്തിൻ്റെ വലിയ വായിലൊരൊറ്റ ഒഴുങ്ങലാണ്. അത് കഴിഞ്ഞ് കാലത്ത് ഗുരുവായൂർ ഫ്രഷായിട്ടുള്ള ചന്ദനം കിട്ടില്ല. അപ്പോൾ തലേദിവസത്തെ ചന്ദനം എടുത്ത് കൊടുത്തു. അപ്പോൾ കുഞ്ഞിന് മാഷ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ചന്ദനം കയ്യിൽ വെച്ച് അവിടെയൊക്കെ ഈ വെള്ളമൊക്കെ അന്വേഷിച്ച് പോകാൻ അദ്ദേഹത്തിന് മടിയാണ്. അപ്പോൾ കുഞ്ഞിന് മാഷ് അതിൽ എഴുതിയിട്ടുള്ളത്, ഞാനതിനെ തുപ്പലെന്ന് വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. അദ്ദേഹം അടുത്തൊരു തുപ്പിട്ടിട്ട് ഉമിനീരെടുത്തിട്ട് നെറ്റിയിൽ നീട്ടി വരച്ചു എന്ന് പറയുന്നത്. അന്ന് എനിക്ക് തോന്നി ഭക്തകവി എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ നായരിൻ്റെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കൊരു ഭക്തകവി ചെയ്യാൻ പറ്റുള്ളൂ. പാവബോധമുള്ളൊരു മനുഷ്യൻ ചെയ്യാൻ പറ്റില്ല. പാവബോധമുള്ള മനുഷ്യൻ ഭക്തനല്ലല്ലോ, അവൻ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദൈവഭയമില്ലാത്ത ദൈവത്തിൻ്റെ തെറി വിളിക്കാനും ഇത്തരത്തിൽ അശുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കുന്ന, ശുദ്ധത്തിനെ മാറ്റുന്ന ആ മനുഷ്യനെ ഈ കളർപ്പുകളുടെ ഉത്സവം ആഘോഷിക്കുന്ന ഈ വേദിയിൽ ഞാനത് ഓർത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പ്രസക്തമായ സംഗതിയല്ല, കലയായിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും കുഞ്ഞിരാമൻ നായർ എന്ന ഭക്തകവിയെ ഞാൻ ഈ വേദിയിൽ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ നാടകവേദിയാണ്. നമ്മുടെ ശശി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബോംബെയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ഒരിക്കൽ എഴുതിയപ്പോൾ ആരോ എഴുതി, മലയാള നാടകവേദിക്ക് ഞങ്ങളുടേതായിട്ടുള്ള തനത് പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നുള്ള സ്വാധീനങ്ങളും സപ്പോർട്ടുകളൊന്നും ആവശ്യമില്ല എന്ന് ഏതോ ഒരു ആളങ്ങനെ എഴുതി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ മലയാള നാടകവേദി എന്ന് പറയുന്ന നാടകവേദി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളൊരു വഴി ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ശാസ്താംകോട്ട ക്യാമ്പ് കഴിഞ്ഞിട്ട് രാമാനുജൻ സാറിൻ്റെ തൊട്ടാണല്ലോ നമ്മൾ ചരിത്രം പറയാനുള്ളത്. അപ്പോൾ രാമാനുജം സാറ് അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് അദ്ദേഹമാണ് ആദ്യത്തെ ഫിസിക്കൽ തിയേറ്റർ, നമ്മുടെ ഊരുപങ്ക് എന്ന് പറയുന്ന തിയേറ്റർ ആദ്യത്തെ ഫിസിക്കൽ തിയേറ്റർ മലയാള നാടകവേദിയിൽ ചെയ്യുന്നത് അദ്ദേഹമാണ്.
ചങ്ങരപ്പിള്ള സാറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ഡ്രാമ സ്കൂളിലെ വലിയൊരു കഥാപാത്രമാവുന്നു. അപ്പോൾ രാമോഹൻ സാറിൽ നിന്ന് തുടങ്ങുന്നൊരു ചരിത്രം നമ്മൾ പറയാതെ തന്നെ മായാ തൻബർഗ് അവിടെ കടന്നു വരുന്നു. ഫിൻലൻഡുകാരായിട്ടുള്ള മായാ തൻബർഗ്. രാമാനുജൻ സാർ കന്യാകുമാരിക്കാരനാണ്, ഫിൻലൻഡുകാരിയാണ് മായാ തൻബർഗ്. മായാ തൻബർഗ് അവിടെ വന്നിട്ട് ചെയ്ത നാടകത്തിൻ്റെ ക്രിയോളുകൾക്ക് വല്ല കണക്കുണ്ടോ? ആദ്യത്തെ ക്ലൗൺ പ്ലേ അത് അവരുടെയാണ്. ആദ്യത്തെ റൂറൽ പ്ലേ ടെമ്പസ്റ്റ് അത് മായാ തൻബർഗ് ചെയ്തതാണ്. ആദ്യത്തെ ഏകഹാരിയായിട്ടുള്ള മേഘ സന്ദേശം രാജമാഷയെ വെച്ചിട്ടുള്ളത് അത് ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ മായാ തൻബർഗ് എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ കണ്ടെത്തലാണ് ജോസ് ചിറമൽ എന്ന് പറയുന്നത്. ജോസ് ചിറമലിൻ്റെ കണ്ടെത്തലാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ കണ്ടെത്തലാണ് പ്രിയന്തനായാലും ശശി ആയാലും ഹരി ആയാലും ആരായാലും റൂട്ടിൻ്റെ കണ്ടെത്തലാണ്. അങ്ങനെ ഈ മായാ തൻബർഗിൽ നിന്നും കലർന്ന് പുലർന്ന് പോന്നിട്ടുള്ള ഒരു നാടകക്കാരൻ വല്ലച്ചിറ ഗ്രാമത്തിലിരുന്നിട്ട് ക്ഷണയെ പറ്റിയിട്ട് ബാൽക്കണി എന്ന് പറയുന്ന നാടകത്തിന് വ്യാഖ്യാനം കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കലർപ്പുകൾ എവിടെയൊക്കെ വന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കണം. മലയാള നാടകവേദിയിൽ ഇടപെടാത്ത ഒരു നാടകക്കാരനും ഇല്ല. രത്തന്തിയ ഇടപെട്ടിട്ടുണ്ട്, ബോംബെയിൽ നിന്ന്, ഇനി മഹാരാഷ്ട്ര നാടകവേദിയിൽ നിന്ന് ഇടപെടാത്ത ആരുമില്ല, മറാഠി നാടകവേദിയിൽ നിന്ന് ഇടപെടാത്തവരില്ല, മണിപ്പൂരിൽ നിന്ന് ഇടപെടാത്തവരില്ല, ചെന്നൈയിൽ നിന്ന് ഇടപെടാത്തവരില്ല, കന്നഡയിൽ നിന്ന് ഇടപെടാത്തവരില്ല, അക്ഷരയും എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ അത് തന്നെ വലിയ, യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇടപെടാത്ത നാടകക്കാരില്ല. അങ്ങനെ എല്ലാ നാടകക്കാരും ഇടപെട്ട് കലർത്തിയെടുത്ത ഒരു നാടക സംസ്കൃതിയാണ് ഈ പറയുന്ന നമ്മുടെ നാടക സംസ്കൃതി എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ശശി വന്നുകൊണ്ട് ഞാൻ സമയം വയ്ക്കുക. എത്ര മണി? 1 മണിക്കൂറേ? എന്നാൽ പിന്നെ നിർത്താം. നമ്മൾ കഥയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ഫിൻലാൻഡുകാരായിട്ടുള്ള മായാ തൻബർഗ് ഇവിടെ വന്നൊരു നാടകം ചെയ്യുമ്പോൾ പെരുവനത്തിൻ്റെ അതിർത്തി ഫിൻലാൻഡ് വരെ നീളുകയാണ്. ഉസ്താദ് പെരുവനത്ത് വന്ന് ചെണ്ടയെടുത്തിട്ട് അമേരിക്ക വരെ എത്തുന്ന സമയത്ത് പെരുവനത്തിൻ്റെ അതിർത്തി അവിടെ വരെ എത്തുകയാണ്, അമേരിക്ക വരെ എത്തുകയാണെന്ന് പറയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യാന്തര വ്യവഹാരമായിട്ടുള്ള ബിനാലയിൽ റിയാസ് കോമ് രൂപകൽപ്പന ചെയ്ത ചിത്രത്തിൻ്റെ രൂപത്തിൽ പെരുവനം കുട്ടന്മാരാർ ബിനാലയുടെ ഉദ്ഘാടന വേദിയിൽ മേളം കൊട്ടുമ്പോൾ അതിൻ്റെ അതിർത്തി, പെരുവനത്തിൻ്റെ അതിർത്തി ലോകം മുഴുവനാവുകയാണ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ പറയുന്ന 4 ശാസ്താക്ഷേത്രങ്ങളുടെ അതിരുകൾ, നമ്മൾ വിശ്വസിച്ചു പോരുന്ന അതിരുകൾ മതപരമല്ല എന്നുള്ളതാണ്. കാരണം ശാസ്താക്ഷേത്രങ്ങൾ അത് അവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ നമസ്കരിക്കപ്പെട്ട വലിയൊരു ബുദ്ധ സംസ്കൃതി ഉത്ഖനനം ചെയ്യാനായിട്ട് ആ ശാസ്താക്ഷേത്രങ്ങളുടെ സൂചകമായിട്ട് ചൂണ്ടുപലകയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പെരുവനം മാറാട്ടുപുഴ പൂരത്തിലെ ശാസ്താ ഭഗവതി സാന്നിധ്യങ്ങൾ അത് നമുക്ക് ഈ ഘോരവനത്തിലെ പ്രാചീനമായിട്ടുള്ള പൊട്ടിയഴകൾ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് കഴിയും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സെക്യുലാർ ഫെസ്റ്റിവലായിട്ടാണ് നമ്മൾ പെരുവനം മാറാട്ടുപുഴ പൂരത്തിനെ അടയാളപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ നിരവധി മിത്തുകൾ, തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര അടച്ചു കെട്ടിക്കൊണ്ടൊരു വംശം മുടിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. സത്യമാണ്. നനദുർഗ, നനശാസ്താവ് അവർ ക്ഷേത്രത്തിനകത്തിരിക്കുമ്പോൾ അവർക്ക് മഴ വേണം, വെള്ളം വേണം. അത് ബ്രാഹ്മണൈസേഷനുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു മിത്താണ് നമ്മൾ മനസ്സിലാക്കണം. ആറാട്ടുപുഴയിലെ വഴിപാട് അപ്പമാണ്, അടയാണ്. ഏതോ കാലഘട്ടത്തിൽ മൃഗ നിവേദ്യങ്ങൾ, മാംസ നിവേദ്യങ്ങൾ മാറ്റിയിട്ട് നരവംശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ പച്ചക്കറി ഇടപെടുന്ന ഒരു ഭാഗമാണ്. അതിനെ വീണ്ടും ബ്രാഹ്മണൈസേഷൻ്റെ ഭാഗമായിട്ട് കുമ്പളങ്ങ ബലിക്ക് വരെ ഉപയോഗിക്കുക, ഗുരു രക്തത്തിന് വരെ ഉപയോഗിക്കുക എന്ന് പറയുന്ന മാറ്റത്തിൻ്റെ ഒരു കാലത്താണ് അത് വരുന്നതെന്ന് പറയുന്നത്. നമ്മുടെ മുകളിൽ താഴെ കളം എഴുതിയിട്ടുണ്ട്, അതിൽ രാജീവിൻ്റെ കളമുണ്ട്, അത് നിങ്ങൾ പോയി കാണണം. അതായത് ഇന്ന് ഡോക്ടർ ഷിബി ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർ ഷിബി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഗതിയുണ്ട്. കേരളോൽപ്പത്തിയിൽ മധ്യകാല ചരിത്രത്തിൽ ക്ഷേത്ര ഇതരമായിട്ടുള്ളൊരു ബ്രാഹ്മണ ഭക്തി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അത് കൊട്ടിലുകളെ, കാവുകളെ കേന്ദ്രീകരിച്ച് മുന്നേറിയിരുന്നൊരു ഭക്തിയാണെന്നും അത് ബ്രാഹ്മണരല്ലാത്ത അവർണരാണത് കൊണ്ടു കടന്നിരുന്നതും മറ്റ് സമുദായത്തിലുള്ളവരാണ് കൊണ്ടു കടന്നിരുന്നതെന്നും പറയുന്ന അവരുടെ വാദം വളരെ വ്യത്യസ്തമായൊരു വാദമാണ്. അതുവരെ നിന്നിരുന്ന MGS നാരായണൻ്റെയോ കേശവൻ വെളുത്താട്ടിൻ്റെയോ ഒക്കെ വാദങ്ങളെ ലംഘിക്കുന്ന ഒരു വാദമായിട്ടാണ് അത് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിസന്ധികളും റെസിസ്റ്റൻസും അവർ നേരിടുന്നുണ്ട്. എന്തായാലും ഷിബിയും കൂടെ ഇവിടെ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ കളം നമ്മൾ പോയി കാണണം. കാരണം ആ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു ചരിത്രത്തിൻ്റെ സൂചന തരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കളം ചരിത്രപരമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി 1 മിനിറ്റ് എടുക്കുന്നുണ്ട്, 10 മിനിറ്റ്. ഇനി ഫോക്ലോറായതുകൊണ്ട് ഒരു കൊച്ചു ഫോക്ലോർ കഥയും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ രാധയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആണുങ്ങൾ അങ്ങനെയാണ്, ഒരു ദൗത്യം കഴിഞ്ഞാലാണ് തൻ്റെ പ്രണയിനിയുടെ അടുത്ത് പോവുക. പ്രണയിനികൾ നേരെ തിരിച്ചാണ്, ദൗത്യത്തിന് മുമ്പാണ് തൻ്റെ കാമുകൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് ഊർജ്ജം ആവശ്യം വരുന്നത്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ഈ രാധയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ, രാധയുടെ ഗ്രാമത്തിൻ്റെ അതിർത്തി ഇങ്ങനെ കിടക്കുകയാണ്.
സാധാരണഗതിയിൽ ആ ഗ്രാമത്തിൻ്റെ അതിർത്തി അടക്കുമ്പോൾ രാധാകൃഷ്ണ കാത്തിരിക്കുകയായിരിക്കും. ഈ ചന്ദനം വേർപ്പിൽ അലിഞ്ഞിട്ടുള്ളൊരു സുഗന്ധം ഇങ്ങനെ കാറ്റിലിങ്ങനെ വരും. അങ്ങനെ രാധയുടെ വേർപ്പ് കൊണ്ടാണ് ആ ഗ്രാമത്തിൻ്റെ അതിർത്തി വരയ്ക്കുക എന്നുള്ളത്. അങ്ങനെ അകത്തേക്ക് കിടക്കണം. കുറച്ചും കൂടി ചെന്ന് ശബ്ദം കേൾക്കാവുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ ഈ രാധയുടെ കിങ്ങിണിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം, പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാം. ആദ്യം വലിയ വലിയ താളവട്ടങ്ങളിൽ, അത് കഴിഞ്ഞ് ക്ഷമ കെട്ടു തുടങ്ങുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതി കേൾക്കാം. പക്ഷെ ഇതൊന്നും കേൾക്കാനില്ല. അങ്ങനെ ശ്രീകൃഷ്ണൻ ഒരു കണക്കിന് രഥം ഓടിപ്പിച്ച് അദ്ദേഹത്തെ അവരുടെ വീടിൻ്റെ ഉമ്മറത്തെത്തി. കടന്നു വീട് മുഴുവൻ മുറ്റം, എന്നോ അടിച്ചു വാരിയിട്ടുള്ളൊരു മുറ്റം, അകത്ത് കടന്നു. രാധയോട് രാധ വെറും നിലത്ത് ഇരിക്കുന്നുണ്ട്. രാധ പിടിച്ചിൽ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കാനുള്ള ഊർജ്ജമില്ല, മുടിയൊക്കെ അഴിഞ്ഞിരുന്നിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം അവരുടെ ഓരോ കൺപീലികളെടുത്ത് ഉമ്മ വയ്ക്കുന്നുണ്ട്. ഇവർ കൺപീലികൾ ഉമ്മ വയ്ക്കുമ്പോൾ രാധ സാധാരണ നിലയ്ക്ക് ഉണരാറുണ്ട്. അന്ന് രാധ ഉണർന്നില്ല. അവസാനം പറഞ്ഞു, രാധ ഞാൻ വന്നിരിക്കുന്നു, നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും മിണ്ടുന്നില്ല. ഞാൻ യുദ്ധം ജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നിനക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഞാൻ എല്ലാം നേടിയിട്ട് നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം മാത്രം രാധ പറഞ്ഞു, എൻ്റെ കണ്ണൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഊർന്ന് നിലത്ത് ഇരിക്കുകയാണ്. കൃഷ്ണൻ മനസ്സിലായി, പാണ്ഡവരായിട്ടുള്ള സൗഖ്യം പോലും രാധയ്ക്ക് അറിയില്ല. ഒരു യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ട് രാധകൃഷ്ണനെ കണ്ടിട്ടില്ല, പ്രണയം മാത്രമേ അവർക്കറിയുള്ളൂ. അതവരുടെ പ്രണയ സങ്കല്പത്തിനുണ്ടാക്കിയാൽ ആഘാതം ചെറുതല്ല. ശ്രീകൃഷ്ണനെല്ലാം പെട്ടെന്ന് മനസ്സിലായി. തിരിച്ച് രഥത്തിൽ എന്നിട്ട് ഒരു നോട്ടം നോക്കി. സുഗതകുമാരിയുടെ രഥത്തിൽ നിന്നിട്ടുള്ള നോട്ടമല്ല ആ നോട്ടം. എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അതിമഹത്തരമായൊരു ദർശനം കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ പോലും അതിന് കാരണഭൂതമായിട്ടുള്ള ഹിംസയുടെ നിമിഷത്തിനെ നിരാകരിക്കാൻ ഇന്ത്യൻ സംസ്കൃതിക്ക് ഇത്തരത്തിലൊരൊറ്റ ഫോക്കിലോർ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഹിംസയുടെ സ്മാരകമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ആണവ നിലയങ്ങളും, ആയുധ സാമഗ്രികളുണ്ടാകുന്ന എല്ലാ ആണവ നിലയങ്ങളും നിലം പൊത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ കളർപ്പുകളുടെ വേദിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആശിക്കുന്നത്. കുട്ടികളെ, അശരണരെ, വിദ്യാലയങ്ങളെ, ആതുരാലയങ്ങളെ, വൃദ്ധരെ ഒന്നും തിരിച്ചറിയാൻ പോകുന്ന മിസൈലുകളൊന്നും പൊട്ടാതെ പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോ വീടുകളും നൃത്തമണ്ഡപങ്ങളാവട്ടെ, നമ്മുടെ ഓരോ കളിമുറ്റങ്ങളും പാട്ടുപാടാനുള്ള വേദികളാവട്ടെ, സതിരുകളുണ്ടാവട്ടെ എന്നുള്ളതാണ്. നമുക്ക് നിലാവറിയാൻ കഴിയട്ടെ, നമുക്ക് ഒരു സുഗന്ധം ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ, നമുക്കൊരു മൂളിപ്പാട്ട് പാടാൻ കഴിയട്ടെ എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് ഒരു സംഗീതം പോലെ ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതായിരിക്കട്ടെ കലയുടെ ദൗത്യം എന്ന് മാത്രം PIFൻ്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇത് PIFൻ്റെ 3ാമത്തെ എഡിഷനാണ്. ആദ്യത്തെ എഡിഷൻ മൈഗ്രേറ്റഡ് ലിറ്റേഴ്സ് ആർട്സ് ആൻഡ് കൾച്ചർ എന്നുള്ളതായിരുന്നു, പ്രവാസ അക്ഷരങ്ങളെ പറ്റിയിട്ടായിരുന്നു. 2ാമത്തെ കോൺഫ്ലുവൻസ്, സങ്കലനം എന്നുള്ളതായിരുന്നു. 3ാമത്തെയാണ് കലർപ്പുകൾ എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ആശയം. അത് ഈ 3ാം എഡിഷൻ്റെ ഗ്രാമോത്സവത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു ഏകദിന സെമിനാറിൽ കൂടി ഇതിൻ്റെ വിജ്ഞാന സമ്പാദനം നടത്തി. അതിലിനി അല്പം വിഷയങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പുസ്തകമായിട്ട് PIF അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ വൈജ്ഞാനിക മേഖലയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥമായിട്ട് അതിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ സംഘാടകർ ഇവിടെ നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇത്രയും വന്നതിന് ശേഷം ഞങ്ങൾ ചർച്ച ചെയ്ത ഈ വിഷയം ഞങ്ങൾ പൊതുസമൂഹത്തിന് ഇനി കലർപ്പുകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങളിത് ചർച്ച ചെയ്യണം. കലർപ്പുകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് ഇന്നത്തെ കാലഘട്ടത്തിന് ഉപരോധിക്കാനുള്ള ഏറ്റവും വലിയ ടൂള് കൂടിയാണ് എന്നുള്ള ബോധ്യം കൊണ്ട് എല്ലാവരും ചർച്ച ചെയ്യണമെന്നും കൂടി പറയാനായിട്ട് ഇതാവാണ്. ഇനി വരും വർഷങ്ങളിൽ പുതിയ ക്യൂറേറ്റർമാർ വരും, പുതിയ വിഷയം വരും. പക്ഷേ ഈ 3 വർഷം നിങ്ങൾ നമ്മുടെ PIFന് തന്നിട്ടുള്ള ആ അടിത്തറയുണ്ടല്ലോ, ഈ അടിത്തറയിലാണ് ഇനി വരുന്ന PIFൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും വളർച്ചയും എന്നുള്ളതാണ്. നിങ്ങൾ തന്ന ആ വേരാഴങ്ങളിൽ PIF ഒരു 100 കൊല്ലം നിലനിൽക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ തന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. 3ാമത്തെ വർഷം PIF വളർന്നത് ഒരു 5ാമത്തെ കൊല്ലത്തെ വളർച്ചയിലേക്കാണ് എത്തിയെന്നുള്ളതാണ്. അതിൽ ആകെ നന്ദി പറയാനുള്ളത് നിങ്ങളോട്, ജനങ്ങളോട്, ഇതിനോട് സഹകരിച്ചവരോട് മാത്രമാണ്. ഈ സഹകരണം എന്നും ഉണ്ടാവണം. നമ്മുടെ ഗ്രാമത്തിൻ്റെ തിരുമുറ്റത്ത് സംവാദത്തിനൊരു വേദി ഉണ്ടാക്കുക. അക്ഷരം, സംസ്കാരം, കല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടി മറ്റൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.